പുരുഷന്മാരെ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശു വീണ്ടും മടങ്ങി വരും. പോരാ, നിങ്ങളുടെ സന്തോഷം പോരാ. ഒരു പെന്തക്കോസുകാരൻ എന്ന് നാട്ടുകാർ പറയുന്ന രക്ഷയുടെ അനുഭവമുള്ള ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിൽ സന്തോഷത്തോടെ സ്തുതിക്കാൻ വകയുള്ള ഒരു ദൂതുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ മടങ്ങി വരവാണ്. നിങ്ങൾ ലേഖനങ്ങൾ പഠിച്ചു നോക്ക്. സഭയുടെ ഏക പ്രത്യാശ നമ്മുടെ കർത്താവ് നമ്മെ ചേർപ്പാൻ വരും എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയോടെ പ്രസംഗിക്കപ്പെടേണ്ട വിഷയമാണ് കർത്താവിൻ്റെ മടങ്ങി വരവ്. എന്നാൽ വേദനയോടെ പറയാം, ഇന്ന് അനേക കൺവെൻഷൻ വേദികളിൽ സുവിശേഷ യോഗം എന്നൊക്കെ പേരും ബാനറും ഉണ്ടെങ്കിലും മറ്റെന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഒരു കാലയളവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ തിരിച്ചറിയണം, ഈ ലോകം ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു മഹാസംഭവം അധികം വൈകാതെ ലോകത്തിൽ വെളിപ്പെടും. യേശു ക്രിസ്തു സഭയാം മണവാട്ടിയെ ചേർക്കുവാൻ വാനമേഘ വെളിപ്പെടുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ ഇറങ്ങിത്തിരിച്ച കാലത്ത് നിന്ന് ഏതാണ്ട് 18 വർഷങ്ങൾ പിന്നിടുന്നു. ഈ പുസ്തകം ചുമക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. 18 വർഷത്തോളം വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയ അന്ന് മുതൽ ഇന്നുവരെയും ഈ വിശ്വാസ ജീവിതം പട്ടുമെത്തയുടെ അനുഭവമാണെന്നോ അനുഗ്രഹത്തിന്റെ ഒഴുക്കാണെന്നോ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണെന്നോ ഒന്നും പറയുന്ന ആരുടെയും അടുക്കൽ പോയിട്ടില്ലാത്തത് കൊണ്ട് അപ്പച്ചന്മാര് പഠിപ്പിച്ച ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ എന്നുമുണ്ട്. നാം ഇങ്ങനെ അനേക സുഖങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണമെന്നല്ല എന്നെ പഠിപ്പിച്ചത്. നാം ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന്. അതുകൊണ്ട് കഷ്ടമോ പ്രതികൂലമോ പ്രതിസന്ധിയോ വന്നാൽ അവിടെ വെച്ച് ഇട്ടേച്ചു പോകുന്നവനല്ല രക്ഷിക്കപ്പെട്ടവൻ. ഞാൻ പഠിച്ച പുസ്തകത്തിൽ പ്രതികൂലവും കഷ്ടവും പ്രതിസന്ധിയും ഉപദ്രവവും ഒക്കെ ഉണ്ടെന്നാണ് എന്നെ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതും. അതുകൊണ്ട് പ്രതിസന്ധികളൊന്നും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ആഴ്ച ഒന്നുമല്ല, വർഷങ്ങളായിട്ട് ഇതെനിക്കിപ്പോൾ ശീല. അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമൊന്നുമല്ല. പിന്നെ ഒരു കാര്യം നമുക്കറിയാം, അവൻ സകലവും അറിയുന്ന ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും ഇങ്ങനെ നിൽക്കും. ദൈവമില്ലെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. അതുകൊണ്ട് അവൻ വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ മടങ്ങി വരവിനെ സംബന്ധിച്ച് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ചിന്തയുടെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാരമ്പര്യ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയ കാലം മുതൽ ഇന്നുവരെയും ഒത്തിരി ചോദ്യങ്ങളുടെ കലവറയാണ് എൻ്റെ ജീവിതം. അന്നും ഇന്നും ഒരുപാട് ചോദ്യങ്ങളുമായി അനേക സഹോദരങ്ങൾ എൻ്റെ അടുക്കൽ സംസാരിക്കുവാൻ വരാറുണ്ട്. ഞാൻ പലരോടും സംസാരിച്ചിട്ടുമുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കണ്ടെത്തുവാൻ അന്നും ഇന്നും എനിക്കൊരു ശീലമുണ്ട്. ആര് പ്രസംഗിച്ചാലും ആ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കും. ആര് പ്രസംഗിച്ചാലും കേൾക്കും. എനിക്ക് അന്നും ഇന്നും കേൾക്കുന്നതിന് പരാതിയില്ല. ആര് പ്രസംഗിച്ചാലും കേൾക്കും. പക്ഷെ ഒരു ശീലമുണ്ട്, ആ കേൾക്കുന്നത് ഈ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. ആ ശീലമാണ് എനിക്ക് ഇന്ന് വരെയും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം
ആരേലും എന്തായാലും ഒക്കെ വട്ടത്തരം വിളിച്ചു പറയും, ഞാൻ ഈ പുസ്തകത്തിൽ നോക്കുമ്പോൾ അത് അങ്ങനല്ല, അപ്പം ഞാൻ തിരിച്ചു പറയും അത് തെറ്റാന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ പ്രശ്നം മാറുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മാറൂല. ഞാൻ പെട്ടി കയറിയിട്ടേ അത് മാറുള്ളൂ. ഞാൻ പെട്ടി കയറുന്നവരെ തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇനിയും പറയും, നാളെയും പറയും. അത് പറയുന്നതിൻ്റെ പേര് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വേദികൾ ഒഴിവാക്കിയാൽ മതി. കവലകൾ ഒഴിവാക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്ന ആളാ, അതുകൊണ്ട് വേദിയൊന്നും എനിക്ക് മുട്ടത്തില്ല. അപ്പോൾ തിരുവഴുത്തിൽ എന്താ പറയുന്നത് എന്ന് പരിശോധിച്ച് അത് അംഗീകരിക്കുന്ന ഒരു സ്വഭാവം എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എത്രയെത്ര നവീനമായ ഉപദേശങ്ങൾ ഇതിനകത്ത് കയറിയാലും രക്ഷിക്കപ്പെട്ടവൻ കുലുങ്ങാതെ നിൽക്കും. കാരണം ശരി എന്തെന്ന് പഠിച്ചാൽ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയുന്നു, ആരെന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിശ്വാസ പോർക്കളത്തിൽ നിലനിൽക്കാം. നമ്മളൊക്കെ നിലനിൽക്കുന്നതിൻ്റെ കാര്യം അതാ, ഇതിൻ്റെ അകത്ത് വചനമുണ്ട്. ദൈവവചനമില്ലെങ്കിൽ ഈ പ്രതിസന്ധിയിലൊന്നും എന്നെ പോലെ എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വേറൊരു ഭാഷയാണെങ്കിൽ ചിലപ്പം ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വണ്ടി വന്ന സമയത്ത് റാന്നിയിൽ നിന്ന് എൻ്റെ ഒരു സഹോദരൻ വണ്ടിക്കകത്ത് കയറി. അദ്ദേഹം ഉണ്ടായി. അതോടൊപ്പം എൻ്റെ കൂടെ കൊല്ലത്ത് നിന്ന് കടന്നു വന്ന എൻ്റെ ചർച്ചിലെ സഹോദരന്മാരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വണ്ടിയിൽ വരുന്ന സമയത്ത് ഈ റാന്നിയിലുള്ള എൻ്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു മുന്തിയ പാസ്റ്ററെ റാന്നി ജംഗ്ഷനിൽ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം നമ്മുടെ സഹോദരനോട് പറയുകയാണ്, അവിടെ ഷമീർ കൊല്ലം പ്രസംഗിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ചാ പോകുന്നതെന്ന് നമ്മുടെ സഹോദരൻ പറഞ്ഞു. ഉടനെ ആ പുള്ളി പറയാ, അയ്യോ ഞാൻ വിചാരിച്ച് ഇതോടെ കൊണ്ട് പുള്ളി തീർന്നു കാണും. നമ്മളൊക്കെ തീരണമെന്നാ അണ്ണന്മാരുടെ മോഹം. അങ്ങനൊന്നും തീരൂല, ഇവിടൊക്കെ തന്നെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, അദ്ദേഹം പറഞ്ഞു വേറെ ആരെങ്കിലും ഒക്കെയാണ് വരൂല കാണൂല എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പറഞ്ഞതിൻ്റെ താല്പര്യം, നിലനിൽക്കണമെങ്കിൽ ദൈവവചനം അകത്ത് വേണം. ദൈവവചനം അകത്തുണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും, സമുദ്രങ്ങൾ കുലുങ്ങിയാലും, മല കുലുങ്ങിയാലും, സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും ഒരു നദിയുണ്ട്. അങ്ങനെ ദൈവവചനം പറയും. എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ദൈവവചനം അകത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും. കാരണം നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് കളിക്കളത്തിലല്ല, യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ കൂട്ടുകാരില്ല, യുദ്ധക്കളത്തിൽ ശത്രുവാണ് നമ്മുടെ മുമ്പിലുള്ളത്. കളിക്കളത്തിൽ കൂട്ടുകാരുണ്ട്, യുദ്ധക്കളത്തിൽ കൂട്ടുകാരില്ല. പിന്നെ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വരുന്നത് നല്ലതാ. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ കഷ്ടത്തിലിരുന്നത് എനിക്ക് ഗുണമായെന്ന് പറഞ്ഞ പോലെ എനിക്കും ഗുണം വന്നു, ഒത്തിരി ഗുണമുണ്ട്. ആദ്യം ഇച്ചിരി വിഷമമൊക്കെ തോന്നിയെങ്കിലും എനിക്ക് ഒത്തിരി ഗുണമുണ്ടായി. കാര്യം നിങ്ങൾ ആരെങ്കിലും പത്രോസിനെ കണ്ടിട്ടുണ്ടോ? എന്നാ മിണ്ടാത്തെ? നിങ്ങൾ ആരെങ്കിലും പത്രോസിനെ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ കണ്ടു. ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഞാൻ പത്രോസിനെ കണ്ടു, ഹെരോദാവിനെ കണ്ടു, പീലാത്തോസിനെ കണ്ടു. നിങ്ങൾക്കറിയാമോ, ക്രൂശൻ ചുവട്ടിൽ ചേർന്ന് നിന്ന യോഹന്നാനെ കണ്ടു, നിലവിളിച്ച് കരഞ്ഞ സഹോദരങ്ങളെ കണ്ടു, എല്ലാം ഞാൻ കണ്ടു. ആമേൻ. പത്രോസ് പറഞ്ഞു, നീയും അവൻ്റെ കൂട്ടത്തിലുള്ള അല്ലേന്ന് ചോദിച്ചു. പത്രോസ് എന്താ പറഞ്ഞു? എനിക്ക് അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു ഉപദേശി വന്നിട്ട് പറഞ്ഞു, എനിക്ക് പുള്ളിയായിട്ട് വലിയ പരിചയമൊന്നും. അങ്ങനെ എന്തെല്ലാം ആളുകളെ ഞാൻ കണ്ടു. ഒറ്റ കൊടുത്ത യൂദാസിനെ കണ്ടു, തള്ളിപ്പറഞ്ഞ പത്രോസിനെ കണ്ടു. അപ്പൊ ഇതെല്ലാം ഒരു പഠനമാണ്. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരു അറിഞ്ഞോണം, കർത്താവിൻ്റെ മുഖത്ത് നോക്കി നിന്നു. ഇതൊക്കെ ഒരു പഠനമാകട്ടോ. സ്തോത്രം. ഞാൻ പറയാം. അപ്പോൾ അന്ന് മുതൽ ഈ ബൈബിൾ ഇങ്ങനെ വായിക്കാനിടയായി. ഇത് വായിക്കും തോറും എനിക്ക് ഈ പുസ്തകത്തോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരിക ചെയ്തത്. എന്താ കാരണം നിങ്ങൾക്കറിയാമോ? ഈ പുസ്തകം വായിച്ചപ്പോൾ ചില തെറ്റിദ്ധാരണകൾ മാറി. ഞാൻ ഈ ദേശത്തോട് ആദ്യമായി പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. എന്താണ് ആ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ, പൊതുവെ നമ്മളെക്കുറിച്ച് പറയുന്നത് മതം മാറ്റുന്ന ആളുകളെന്നാണ്. അങ്ങനല്ലേ? അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇസ്ലാമായി മുസ്ലിമായി ജീവിച്ചിരുന്ന കാലഘട്ടത്തെ എൻ്റെ നാട്ടിൻപുറത്ത് ഒരു ഉപദേശി മീശം പിടിച്ച് മൈക്കം പിടിച്ച് വെള്ളയുടുപ്പിട്ട് കവലയിൽ നിന്ന്
യേശു വരുന്നെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിങ്ങനെ മുടി മുതൽ അടി വരെ പെരുത്തു വരുന്ന ഇവന്റെ ചെവിക്കല്ലിട്ടൊന്ന് കൊടുത്താൽ എന്താന്നൊക്കെ തോന്നിയ കാലമുണ്ടായി. അന്ന് ഞാനും ധരിച്ചിരുന്നത് ഇവരെ മതം മാറ്റുന്നവരാണെന്നാണ്. എന്നാൽ 2002 ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഈ ദേശത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഈ പുസ്തകത്തിൽ എവിടെങ്കിലും ഒരു ഭാഗത്ത് ഒരമുറി കഷണം വചനം കൊണ്ട് മതം പഠിപ്പിക്കുന്നുണ്ടെന്ന്, മതം സ്ഥാപിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന്, മതം മാറ്റാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന്, മതം 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 അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നുണ്ടെന്ന് ഒരമുറി കഷണം വചനം കൊണ്ട് ആരെങ്കിലും തെളിയിച്ചാൽ ഇന്ന് രാത്രി ഈ പുസ്തകം താഴെ വെച്ചിട്ട് നാളെ മുതൽ നീ പറയുന്ന ദൈവത്തെ ഞാൻ വന്ന് പ്രസംഗിക്കാം എന്ന് ഞാൻ പബ്ലിക്കിൽ പറയുന്നു. മതം പഠിപ്പിക്കുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നി അതുകൊണ്ടാണ്. ഇവിടെ ഹിന്ദു മാത്രം അല്ല, ക്രിസ്ത്യാനി മാത്രമല്ല, മുസൽമാൻ മാത്രം എന്നൊന്നും തരംതിരിക്കുന്നില്ല. പകരം ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനപ്പുറത്ത് ഒരു തരത്തിലുള്ള മതങ്ങളെ കുറിച്ചും പഠിപ്പിക്കുന്നില്ല. ബാക്കി വിഷയങ്ങൾ പിന്നാലെ പറയാം. അപ്പൊ തെറ്റിദ്ധാരണയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഇന്റർനെറ്റിൽ കൂടെ വന്നിട്ട് പറഞ്ഞു, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് നമ്മുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നവരാണ് പെന്തിക്കോസുകാരെന്ന് ചേച്ചി പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ പോയി എഴുതി, അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്തിട്ട് അങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നമുക്ക് എന്നാ പണക്കം? എടാ, കഞ്ഞിയും പയറും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വന്നവൻ ചിക്കൻ ഫ്രൈ കിട്ടിയെന്ന് പറഞ്ഞാൽ വരാതിരിക്കുമോ? അവൻ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. 1000 രൂപയും കൂടെ കൊടുക്കണം. പൈസ ഇപ്പം നിങ്ങളുടെ കയ്യിലാണല്ലോ, ചേച്ചി കൊടു. 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് ചേച്ചി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയുള്ളവരൊക്കെ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം. നമുക്ക് ആരും ഇതിനകത്ത് പിടിച്ചു നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. ചിക്കൻ ഫ്രൈയോ മട്ടൻ ഫ്രൈയോ എന്ത് കിട്ടിയാലും പോണ്ടവനൊക്കെ എന്ത് ചെയ്യണം? പൊക്കോണം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ചില പാസ്റ്റർമാര് രക്ഷപ്പെടാൻ വരുന്നവരെ സഭയോട്, നിങ്ങൾ മൊത്തം കേട്ടില്ല, കൈയടിച്ചോണ്ട്. എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ കൈയടിച്ച് നിൽക്കണമെന്ന് നിർബന്ധമുള്ള ആളല്ല, കേട്ടാൽ മതി. വേണമെങ്കിൽ അടിച്ചോ, അത്യാവശ്യം വന്നാ കുഴപ്പമില്ല. പക്ഷേ കേൾക്കണം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ചില പാസ്റ്റർമാര് രക്ഷപ്പെടാൻ വരുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ രക്ഷപ്പെടാൻ വന്നവർ കുറെ 6 മാസം, 1 വർഷം, 2 വർഷം, 5 വർഷമൊക്കെ നിന്ന് അത്യാവശ്യം വല്ലതൊക്കെ ഒക്കുമോ എന്ന് നോക്കും. ഒത്താൽ അതും കൊണ്ടുപോകും, ഒത്തില്ലെങ്കിൽ ഇട്ടേച്ച് പോകും. രണ്ടായാലും രക്ഷപ്പെടാൻ വരുന്നവർ പോകും. രക്ഷിക്കപ്പെട്ടവർ കഴുത്തറുത്തിട്ടാലും അറിഞ്ഞ സത്യം വിട്ട് ഒരു ചുവട് പോലും പുറകോട്ട് പോകത്തില്ല. അപ്പൊ പെന്തിക്കോസ്തി 2 കൂട്ടരുണ്ട്. രക്ഷപ്പെടാൻ വന്നവര് ചിലര് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ചു പോയവരുണ്ട്, ചിലര് രക്ഷപ്പെടാതെ പോയവരുണ്ട്. രക്ഷപ്പെടാന്ന് പറയുമ്പോൾ പല രീതിയിൽ രക്ഷപ്പെടാൻ വരുന്നവരുണ്ട്. ഇപ്പം ഒരാൾ ഇവിടെ വന്നു സൗഖ്യം പുട്ടുതൽ, അങ്ങനെ അതാണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കുന്നൊക്കെ പറഞ്ഞ് കുറെ കോടിക്കണക്കിന് രൂപ പെന്തിക്കോസ്തിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇപ്പം മാതൃസഭയിലോട്ട് മടങ്ങിപ്പോയെന്ന് പറഞ്ഞ ആൾ തിരിച്ചുപോയി. വേറൊരു പുള്ളിയാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ലൈവിനകത്തൂടെ വന്ന് ലൈവ് മുതലാളി എന്നുള്ള പേരും മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിക്കായി വരാൻ നോക്കിയിട്ട് ഒരു പെന്തിക്കോസുകാരും മൈൻഡ് ചെയ്യാഞ്ഞപ്പം പുള്ളി തിരിച്ച് ഓർത്തഡോക്സിൽ പോയി. അപ്പം ഇങ്ങനെ പലതും പ്രതീക്ഷിച്ചിനകത്ത് വന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇട്ടേച്ചു പോകും. എന്നാൽ നിത്യതയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവരാരും, ഒന്നുകൂടെ പറയാം, കർത്താവിനോടുകൂടെ നിത്യത പങ്കിടുവാൻ ഇറങ്ങിത്തിരിച്ച ഒരാൾ പോലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും അറിഞ്ഞ സത്യം വിട്ട് പുറകോട്ട് പോവില്ല. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് വേഗത്തിൽ മടങ്ങി വരും എന്നുള്ളതാണ്. അപ്പൊ 1, ഇത് മതഗ്രന്ഥമല്ല. 2, ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതപ്പെടാത്ത ഒന്നും ഉലകത്ത് ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രായമുള്ള അപ്പച്ചന്മാര്, സുവിശേഷകന്മാര്, സ്കൂളിന്റെ വടി പോലും കാണാത്തവര്, പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലിരുന്ന് പഠിച്ചവര്, ഇപ്പോഴല്ലേ വലിയ പണ്ഡിതന്മാരൊക്കെ വന്നേ. സുവിശേഷം ഈ മണ്ണിൽ വിതച്ച വിളവെടുപ്പോ വളർന്ന് കൊയ്തു തുടങ്ങിയ കാലഘട്ടത്തിലുള്ള പിതാക്കന്മാർ ചോരയും നീരും കൊടുത്ത് കിടക്കാൻ ഒരു വാ പോലും ഇല്ലാതെ പെന്തക്കോസ്ത് അനുഭവങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് സഭ വളർന്നു ഇന്ന് ഈ കാണുന്ന നിലവാരം വരെ ദേശത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ദൈവസഭ വളർന്നു വരാൻ കാരണം ഡിഗ്രി എടുത്ത പണ്ഡിതന്മാരല്ല, കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ വാദപീഠത്തിലിരുന്ന് ദൈവം കൊടുത്ത വെളിപ്പാട് പ്രസംഗിച്ച അപ്പച്ചന്മാരുടെ രക്തത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് പഠിക്കുന്നതൊന്നും തെറ്റല്ല. കാലഘട്ടം മാറുന്നതനുസരിച്ച് പഠനം അനിവാര്യമാണ്, തെറ്റല്ല. പക്ഷെ പഠിച്ചു വട്ടാകരുത്.
അതും കൂടെ പറഞ്ഞു. ചിലർ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തനുണ്ട്, അവൻ കോളേജിൽ പോയി പഠിച്ച് അതിൻ്റെ ഡിഗ്രി പഠിച്ച് അങ്ങ് പുള്ളി കല്യാണം പോലും കഴിക്കാൻ പഠിക്കണം, പഠിച്ച് അങ്ങ് പഠിച്ചിട്ട് ഇപ്പം പോസ്റ്റിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുക. വഴിയിൽ ഏത് പോസ്റ്റ് കണ്ടാലും എന്താ കാര്യം എന്താ എന്ന് പറയും. മനസ്സിലായല്ലോ കാര്യം? അതാ കാര്യം. പഠിത്തം കൂടി വട്ടായിപ്പോയി. അപ്പം അങ്ങനെ പഠിച്ച് അവസാനം ദൈവം ഇല്ലെന്ന് പറയരുത്. ചിലരങ്ങനെ പഠിച്ച് അവസാനം പറയും ഡിങ്കനാണ് ദൈവം എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ പറയരുത്. സഭയുടെ ഏക പ്രത്യാശ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അധികം താമസം വിനാ നമ്മുടെ കർത്താവ് മടങ്ങി വരും. അതിനെക്കുറിച്ചും ചില വിഷയങ്ങളുണ്ട്, പുറകെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവിക പാദപീഠത്തിലിരുന്ന് പഠിച്ച അപ്പച്ചന്മാരെ പൊട്ടന്മാരെ പോലെ വേദി തിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് ഒരു ചിപ്പ് വരും. ചിപ്പ് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഡിഗ്രിയൊക്കെ ഉള്ളവര് കേട്ടോണം. ഒരു ചിപ്പ് വരും ലോകത്തിൽ. ആ ചിപ്പ് ഏൽക്കാതെ വാങ്ങാനോ വിൽക്കാനോ കഴിയാത്ത ഒരു കാലം വരും. ഇത് കേട്ട നാട്ടിൽ റോഡിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ചേട്ടന്മാർ തലതല്ലി ചിരിച്ചു. പണ്ട് യഹൂമാർക്ക് വേറെ ജോലിയില്ല, ചിപ്പ് വരും പോലെ. ചിപ്പ് എന്നാ ചിപ്പ്? തലയിലോ നെറ്റിമേലോ കൈമേലോ ആമേൻ ഈ മുദ്ര ഏൽക്കണം. ചിപ്പ് ഇല്ലാതെ വാങ്ങാനോ വിൽക്കാനോ കഴിയാത്ത കാലം വരുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കയ്യിലും നെറ്റിയിലും കുത്താൻ ഇങ്ങോട്ട് വന്നാൽ മതി, ഇപ്പം ഞങ്ങൾ കുത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ ചിരിച്ചു. കാരണം എന്താ? കണ്ടുപിടുത്തോ ശാസ്ത്രമോ ഇന്റർനെറ്റോ ടെക്നോളജിയെ കുറിച്ചൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാലത്താ പൊട്ടന്മാരെ പോലെ അപ്പച്ചന്മാർ സ്റ്റേജിൽ നിന്ന് ഇത് വിളിച്ചു പറഞ്ഞ്. ഓർമ്മയുണ്ടോ? അന്നൊക്കെ വെന്തിക്കോസ് ബുന്ദൂക്കോസ് പന്താക്കോസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ കാലമാ. ആ കാലത്ത് അപ്പച്ചന്മാർ ഇത് വിളിച്ചു പറഞ്ഞു. എന്നാൽ കാലം മുന്നോട്ട് പോയി ഇന്ന് 2020 നിൽക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ, അമേരിക്കൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ഒക്കെ നിലവിൽ വന്ന ആ കൊച്ചു ചിപ്പ് ദേ ഇപ്പൊ ദുബായ് വരെ എത്തിയെന്ന്. അതിന്റെ വലിപ്പം നമ്മുടെ വീട്ടിൽ ചോറ് വെക്കാൻ വാങ്ങുന്ന അരി ഉണ്ടല്ലോ, അതിൽ ഒരു അരിമണിയുടെ വലിപ്പമുള്ളെന്ന്. അത് ഈ കൈയുടെ ഈ തൊക്കിനടിയിലോട്ട് ഇംപ്ലാന്റ് ചെയ്തിട്ട് ഒരു പെങ്കൊച്ച് അതും കൊണ്ട് ജോലിക്ക് പോകുന്നതും വരുന്നതും സാധനം വാങ്ങുന്നതും എല്ലാം വീഡിയോ സഹിതം ചെയ്യുന്നുണ്ട്. അപ്പൊ നിലവിൽ വന്നു. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇത് ദുബായ് മാത്രമല്ല, അധികം വൈകാതെ ഇങ്ങ് ഇന്ത്യയിലോട്ടും വരും. ഒരു കടൽ കടക്കേണ്ട താമസമേ ഉള്ളൂ, ഇങ്ങോട്ട് വരും, ഇവിടെ വരും. ഇന്ത്യ മാത്രമല്ല, ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ലോകരാജ്യവ്യാപകമായി സകല സ്ഥലങ്ങളിലും ഇത് നിർബന്ധ നിയമമായി നിലവിൽ വരും. അങ്ങനെ നിർബന്ധ നിയമമായി വരുന്നതിന് ഒരു മിനിറ്റ് മുമ്പ്, ഒരു സെക്കൻഡ് മുമ്പ് പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ കർത്താവിനോടുകൂടെ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രത്യാശയുണ്ടോ? ചിലർക്ക് അതങ്ങോട്ട് പോരാ. കാരണം മേഘങ്ങളിൽ എടുക്കപ്പെടും, മധ്യാകാശത്തിൽ ഇരിക്കും എന്നൊക്കെ പ്രസംഗിച്ചത് അബദ്ധമായി എന്നാ ഇപ്പൊ ചിലർ പറയണേ. പെന്തക്കോസിന്റെ അകത്തുള്ളൊരു പണ്ഡിതൻ ഈ അടുത്ത സമയത്ത് ചോദിച്ചു, മധ്യാകാശത്തിൽ ഇരിക്കുന്നൊരു വാക്യം ബൈബിളിലുണ്ടോ? മധ്യാകാശത്തിൽ ഇരിക്കുന്നൊരു വാക്യം ബൈബിളിലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. വാക്യം കാണിച്ചു തന്നാൽ ഞാൻ സമ്മതിക്കാമെന്ന്. അല്ലാതെ അപ്പച്ചന്മാർ പണ്ട് പഠിപ്പിച്ചെന്നും പറഞ്ഞ് അപ്പച്ചന്മാർ പഠിപ്പിച്ച എല്ലാം താങ്ങിക്കൊണ്ടൊന്നും എന്ത് ചെയ്യരുത്, നടക്കരുതെന്ന്. പണ്ഡിത്യം കൂടിപ്പോയത് കൊണ്ട് പറഞ്ഞതാണ്, മധ്യാകാശത്തിൽ ഇരിക്കുന്നൊരു വാക്യം കാണിച്ചു തരാമോ എന്ന്. ബാക്കിയുള്ളതെല്ലാം പുള്ളി ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചോദിക്കുകയാണ്, പുകവലി പാടില്ല എന്ന് ബസ്സിലല്ലാതെ ബൈബിളിൽ കണ്ടിട്ടുണ്ടോ? ബസ്സിൽ കണ്ടിട്ടുണ്ടോ പുകവലി പാടില്ല? ബൈബിളിൽ വാക്യമുണ്ടോ പുകവലി പാടില്ല? അങ്ങനെ അതിനാ നിങ്ങളാരും വായിച്ചവരോട് ചോദിക്കാൻ. കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് പണ്ഡിതന്റെ ചർച്ച വാക്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കർത്തൃമേശ കഴിയുമ്പോൾ ഓരോ പുക അടിച്ചിട്ട് പോകാനുള്ള അനുവാദം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ആമേൻ. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് ഒറ്റ വാക്യത്തിലല്ലെങ്കിലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. മധ്യാകാശത്തിൽ ഇരിക്കും എന്ന ഒറ്റവാക്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്യം ഉള്ളതുകൊണ്ടല്ല അപ്പച്ചന്മാർ അത് പഠിപ്പിച്ച. പിന്നെന്താ? അപ്പച്ചന്മാർ പഠിപ്പിക്കാൻ കാര്യം പറഞ്ഞു തരാം. ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും. അതാരാ ഈ ക്രിസ്തുവിൽ? ലോകമാണോ സഭയാണോ?
പറഞ്ഞാൽ മുന്നോട്ട് വേഗം പോകാം, ഇല്ലെങ്കിൽ സമയം താമസിക്കും. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ അത് ലോകമാണോ സഭയാണോ? സംശയം ഉണ്ടെങ്കിൽ പറയാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ അപ്പൊ പുതിയ സൃഷ്ടി ലോകമാണോ സഭയാണോ എന്ന് അത് തന്നെയല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ അത് സഭ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന തെസലോനിക്ക സഭയോടാ പറയുന്നത്. അപ്പൊ അതും സഭയാണോ ലോകമാണോ? സഭ. രൂപാന്തരപ്പെട്ട അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പച്ചന്മാര് തൊട്ടടുത്ത വാക്യവും കൂടെ വായിച്ചു. അത് അപ്പച്ചന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവര് മുമ്പും പിമ്പും വായിക്കും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവര് മുമ്പും പിമ്പും എന്ത് ചെയ്യത്തില്ല, വായിക്കത്തില്ല, നടുക്കത്തത് വരയിട്ട് വെക്കും. വേദപുസ്തകം പഠിക്കുമ്പോൾ മുമ്പും പിമ്പും പഠിച്ചാൽ കൃത്യമായ ഉപദേശം മനസ്സിലാകും. കാരണം എന്താ? ഒറ്റ വാക്കിൽ ഈ പുസ്തകം ദൈവികമാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങളോട് ചോദിക്കാം, ബൈബിൾ ദൈവികമാണോ? അല്ലേ? ആന്ന്, പിന്നെ പറയാൻ മടിയെന്ത്? അല്ലേ, ദൈവികല്ലേ? അതെ. അപ്പോൾ തന്നെ ഇതിനെ തരം തിരിച്ചു പഠിക്കണം, വേണ്ടേ? എങ്ങനെ? ദൈവം നേരിട്ട് അരുളി ചെയ്ത വചനങ്ങളുണ്ട്, ഉണ്ടോ? ഉണ്ട്. പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചതുണ്ട്, ഉണ്ടോ? ഉണ്ട്. സംഭവങ്ങൾ ഉണ്ട്, ഉപമകൾ ഉണ്ട്, അഭിപ്രായങ്ങൾ ഉണ്ട്, ആലങ്കാരിക പ്രയോഗങ്ങൾ ഉണ്ട്, അക്ഷരീക എഴുത്തുകൾ ഉണ്ട്, പിശാച് തന്റെ നാവ് കൊണ്ട് പറഞ്ഞതും ഉണ്ട്. ഇതെല്ലാം ദൈവവചനമാണോ? അതെ. അഭിപ്രായം എങ്ങനെ ദൈവവചനം? പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായം പുസ്തകരൂപത്തിൽ എഴുതിയപ്പോൾ നിന്റെ അഭിപ്രായവും കൂടെ ഇതിനകത്ത് രേഖപ്പെടുത്തിക്കോ എന്ന അനുവാദം കൊടുത്തത് പരിശുദ്ധാത്മാവായതുകൊണ്ടാണ് ഈ പുസ്തകത്തെ ദൈവവചനം എന്ന് വിളിക്കുന്നത്. തിരുവെഴുത്തുകളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്തിൽ വന്നതല്ലെന്നും കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യരുടെ കരങ്ങളാൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ ബൈബിൾ. അപ്പൊ എഴുതാൻ നിയോഗം കൊടുത്തത് പരിശുദ്ധാത്മ. അതുകൊണ്ടാണ് ഇതിനെ മൊത്തത്തിൽ നമ്മൾ ദൈവവചനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ തന്നെ അഭിപ്രായത്തെ അഭിപ്രായമായും ഉപദേശത്തെ ഉപദേശമായും ഉപമയെ ഉപമയായും ആലങ്കാരികത്തെ ആലങ്കാരികമായും പഠിച്ചാൽ മനോഹരമായി പുസ്തകം മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ പിള്ളേർക്ക് പറ്റിയ എന്താ? ആലങ്കാരികവും ഉപമയൊക്കെ ഇവരങ്ങ് അക്ഷരീകമാക്കും. ഒരു കാര്യം പറയാം. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. പറഞ്ഞില്ലേ? ഞാനൊരു അടിസ്ഥാനം, ബൈബിൾ എന്താണെന്നൊന്ന് അടിസ്ഥാനം ഇട്ടിട്ട് വിഷയത്തിലോട്ട് ഓടിക്കാറാം. ഞാൻ വാതിലാകുന്നു എന്ന് യേശു പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞു. ഇത് കേട്ടിട്ട് ഒരു ചാക്കോച്ചൻ യേശു പറഞ്ഞു ഞാൻ വാതിലാകുന്നു. ചാക്കോച്ചൻ നേരെ ഓടി തടിപ്പണി ചെയ്യുന്ന കടയിലോട്ട് ഓടിച്ചെന്ന് അവിടുത്തെ ആശാരിയോട് പറഞ്ഞു, നല്ലൊരു തേക്കുന്നതിയുടെ വാതിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഉണ്ടാക്കി നേരെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചൊരു മാലയും എടുത്തു അങ്ങോട്ട് ഇട്ടു, മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യേശുവേ നീ വാതിലാകുന്നല്ലോ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ആലങ്കാരികത്തെ അക്ഷരീകമായി പഠിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം. ഇനി ആമേൻ നോക്ക, അഭിപ്രായം പൗലോസ് പറയുന്നു, വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, നിങ്ങൾ എന്നെ പോലെ ആയിരിക്കുന്നത് നല്ലത്. പൗലോസ് എൻ്റെ അഭിപ്രായം പറഞ്ഞു. കല്യാണം കഴിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടം ഇച്ചിരി കൂടുതലാണ്, കല്യാണം കഴിച്ചാൽ ഇച്ചിരി പ്രശ്നമാണെന്നൊക്കെ പുള്ളി പറഞ്ഞു. അതുകൊണ്ട് എന്നെ പോലെ ആയിരിക്കും നല്ലതെന്നൊരു അഭിപ്രായം എനിക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതേ പൗലോസ് തന്നെ എന്താ പറഞ്ഞത്? എന്നാൽ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അത് ഉപദേശം. പൗലോസ് പറഞ്ഞ അഭിപ്രായം പാസ്റ്റർ ചർച്ചിൽ അങ്ങ് ഉപദേശമാക്കിയാൽ ഏതെങ്കിലും പിള്ളേരെ കെട്ടിക്കാൻ നോക്കൂ? മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? അപ്പൊ അഭിപ്രായത്തെ അഭിപ്രായമായി പഠിക്കണം, ആലങ്കാരികത്തെ ആലങ്കാരികം. ഇനി ഉപമ. പോലെ എന്ന പദം വന്നിരിക്കുന്നതല്ല എന്താ? യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേലിറങ്ങി. പരിശുദ്ധാത്മാവിനെ എന്തിനോടാ ഉപമിച്ച? പറ, വേഗം പറ. പ്രാവിനോട്. നിങ്ങൾ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ റോഡിൽ ഒരു പ്രാവ് ഇരിക്കുക, യോ ആത്മാവെ സ്റ്റേജിൽ വരാഞ്ഞെന്താ, ഞങ്ങൾ മുഖ്യമായ കസേര തന്നേനല്ലോ എന്നൊക്കെ പറയാറുണ്ടോ? ഇല്ലല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു, അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നത് പോലൊരു കുഞ്ഞാട് അവിടെ നിൽക്കുന്നു. അല്ലേ? നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഇറച്ചിക്കടയിൽ പോയി നോക്കൂ, ഒരാട് അറുത്തിട്ട് എഴുന്നേറ്റ് നിൽക്കുവോ? പറ. ഇല്ല. അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നു, അർത്ഥം
മരിച്ചിട്ടും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാ ജീവനോടെ. യേശുക്രിസ്തു എന്ന കുഞ്ഞാടിനോട് ഉപമിച്ചു. യോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ആടിനെ കെട്ടിയേക്കോ. അയ്യോ യേശുപ്പ ഇന്ന് എൻ്റെ കൂടെ വീട്ടിൽ വരുമോ പ്ലീസ്, എൻ്റെ ബെഡ്റൂമിൽ കിടത്താന്നൊന്നും ആരും പറയാറില്ലല്ലോ. ഉപമ. ഇസ്രായേലെ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അപ്പൊ പോലെ ഇസ്രായേൽ ജനം കളിമണ്ണ് പോലെ, യഹോവ ദൈവം കുശവൻ പോലെ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ കുശവനോടെ ഞാൻ പറയുന്നു. കുശവ എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. ഇതെല്ലാം നമ്മൾ ചെയ്യത്തില്ല. അതുപോലൊരു പ്രയോഗമാണ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പോലെ തീയോട് ഉപമിച്ചെഴി. അത് മാത്രം ഫയറുകാരങ്ങ് കണ്ടുപിടിച്ചു. പരിശുദ്ധാത്മാവ് തീയാ, തീ തീ പ്രാപിച്ചു. തീ ഉണ്ടോ? അതിനങ്ങ് അക്ഷരീകമായി എടുത്തിട്ട് സ്റ്റേജിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിച്ചതല്ല നാശവും. ആത്മാവ് കയറി, തീ കയറി, ഒരുത്തൻ ഡെസ്കേ കയറുന്നു, ജനലെ പിടിച്ചു തൂങ്ങുന്നു. എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് ആത്മാവിന്റെ. കാരണം തീ. പിന്നെ പാട്ട് ഇറങ്ങി, തീ പോലെ ഇറങ്ങണമേ ചുണ്ടു എന്ത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞുണ്ട്. പോട്ടെ, ഞാൻ ഏതായാലും പ്രാർത്ഥിക്കുക. ഇതൊക്കെ എഴുതുന്നവരൊന്നും ചില വാക്യങ്ങൾ കാണല്ലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ വാക്യമൊന്നും ഉമ്മാരുടെ കണ്ണിൽ പെടല്ലേന്ന്. കാര്യം എഴുതി കളയും. ഇസ്രായേലേ, യഹോവയായ ദൈവം ഇങ്ങനെ പറയുക, ഇസ്രായേലെ ഇസ്രായേലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്നത് പോലെ നിന്നെ ചേർപ്പാൻ പലവട്ടം എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. യഹോവയായ പിതാവായ ദൈവത്തെ എന്തിനോടാ ഉപമിച്ച? പറ, ഉറക്കെ പറ. അമ്മക്കോഴി. ഇതെങ്ങാനും അവൻ വായിച്ചാൽ റാന്നിന്ന് അടുത്ത പാട്ട് വരും. കോഴി പോലെ ഇറങ്ങണമേ, ചുണ്ടുകൊണ്ടു കൊത്തേണമേ. ഇപ്പൊ കത്തട്ടെ എന്നാ പറയാം. അന്നേരം പറയും, ഓ കൊത്തട്ടെ, ഉച്ചിയിലേക്ക് കൊത്തട്ടെ, ശക്തിയോടെ കൊത്തട്ടെ എന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് ഇവർ ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അടിസ്ഥാനം പറഞ്ഞു വിടുക. തിരുവെഴുത്തിനെ തരംതിരിച്ചു പഠിച്ചാൽ, മുമ്പും പിറകും ഇടയിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളെ പഠിച്ചാൽ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്ന അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയും. ആമേൻ. വിഷയത്തിലോടി വരാം. അതുകൊണ്ട് പിതാക്കന്മാർ തൊട്ടടുത്ത വാക്യം കൂടെ വായിച്ചു. എന്താ വായിച്ചത്? ആമേൻ. കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നിട്ട് വായിച്ചു, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അതും കൂടി അപ്പച്ചന്മാർ വായിച്ചു. അപ്പൊ എടുക്കപ്പെടുന്നത് എവിടാ? മേഘങ്ങളിൽ. എന്നിട്ട് കർത്താവിനോടുകൂടെ എന്ത് ചെയ്യും? ഇരിക്കും. രണ്ടും കൂടെ ചേർത്തപ്പോൾ പിതാക്കന്മാർ പറഞ്ഞു മേഘങ്ങളിൽ ഇരിക്കും. ഇത്രേ ഉള്ളൂ. അതിന് അപ്പച്ചന്മാരെ ആരും ചീത്ത പറയണ്ട. ഇനി ഒരു വാദത്തിന് പണ്ഡിതൻ പറയാ മേഘങ്ങളിലല്ല ഇരിക്കുന്നത്, പിന്നെ എവിടെ ഇരിക്കുന്നത്? ലുലു മാളിന്റെ ടെറസില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ അവിടെ ഇരുന്നോളാം. അല്ല, കർത്താവ് ഇരിക്കുന്നത് പുഴവക്കത്ത്. ആട്ടെ, ഞങ്ങൾ അവിടെ ഇരുന്നോളാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ കർത്താവ് എവിടെ ഇരിക്കുന്നോ അവിടെ സഭ ഇരിക്കും. അത്രേ പറഞ്ഞോളൂ. അതിന് തെളിവുണ്ടോ? വാക്യമുണ്ടോ? ഉണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് 2 കിലോമീറ്റർ മാറ്റി നിങ്ങളെ ഇരുത്താന്നാണോ? അല്ല, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ കർത്താവിനോട് കൂടെ സഭ ഇരിക്കും. പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. അപ്പോ ഇങ്ങനെ ലോകരാജ്യ വ്യാപകമായി ഈ ചിപ്പ് നിലവിൽ വരുന്നതിന് മുൻപ് ദൈവസഭ എടുക്കപ്പെടും. പിന്നെ ചിലർ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് മഹോപദ്രവകാലമൊക്കെ ആയിട്ടൊക്കെ പോകുന്നൊക്കെ പറയുന്ന അണ്ണന്മാരുണ്ട്. ഈ വിഡ്ഢിത്തരങ്ങൾക്കൊന്നും ചെവി കൊടുക്കരുത്. സഭയ്ക്കൊരു പ്രത്യാശയുണ്ട്, കർത്താവ് നമ്മെ ചേർക്കാൻ വരും. ആമേൻ. നിശ്ചയം കഴിഞ്ഞ പെണ്ണ് മണവാട്ടി അല്ലേ? നിശ്ചയം കഴിഞ്ഞ് ഞാൻ അത് മനസ്സിലാകുന്ന ഒരു പോയിന്റ് പറഞ്ഞു വിടാം. കാരണം ഇപ്പോൾ ഭയങ്കര സംവാദം നടക്കുക. കാരണം സഭ മഹോപദ്രവ പീഡനത്തിലൂടെ പോയിട്ട് പോകും. ചിലർ പറയുന്നത് പോകാതെ പോകും, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ഇതിൻ്റെ പേര് 1 മണിക്കൂർ കണ്ണനൊന്നും നടത്താൻ താല്പര്യമില്ല. കാരണം സുവിശേഷം പറയണം, അതാ വേദി. അതുകൊണ്ട് ആ വിഷയത്തിലോട്ട് വരണം. പക്ഷെ ഒരു വാചകം പറഞ്ഞു വിടാം. ഈ മണവാട്ടി സഭയും ചേർക്കാൻ വരുന്ന മണവാളനെയും കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ചിന്ത. ഇതൊരു മണവാളൻ, മണവാട്ടി ആ ഒരു പെണ്ണ്. ഈ പെണ്ണിനെ നിശ്ചയം കഴിഞ്ഞിരിക്കുക. നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോൾ ഒത്തിരി ആളുകൾ
ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിനക്ക് ആ പെണ്ണിനെ കിട്ടിയോളൂ, എത്ര സുന്ദരിമാരായ ഇവിടെ ഉണ്ട്, ഇതിനെ കൊണ്ട് കോങ്കണ്ണി പല്ലുന്തി നിൽക്കുന്ന പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഈ പെണ്ണിനെ സെലക്ട് ചെയ്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ കളിയാക്കുക. അല്ലെങ്കിൽ തിരിച്ചു നോക്കാം, മണവാട്ടിയെ കളിയാക്കുക. നിനക്ക് ഈ മണവാളനെ കിട്ടിയോളൂ, എന്തോ കണ്ടിട്ടാ ഇവൻ്റെ പുറകെ തുള്ളാൻ നീ ഇറങ്ങി എന്നൊക്കെ ചോദിച്ച് മണവാട്ടിയെ എന്ത് ചെയ്യുക? പരിഹസിക്കുക. ഈ പരിഹാസം മുഴുവൻ മണവാട്ടി സഹിക്കും. ആർക്കു വേണ്ടി? പറ. അതിന്നും സഹിച്ചോണ്ടിരിക്കുക അല്ലേ? മണവാളൻ നിമിത്തമുള്ള സകല കഷ്ടങ്ങളും ആര് സഹിക്കും? മണവാട്ടി. അത് 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച മുതൽ ഇനി എടുക്കപ്പെടുന്നവരെ ആ കഷ്ടം മണവാട്ടി സഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിഹാസം അവൾ ഏറ്റുകൊണ്ടിരിക്കുന്നു. ആ നിന്ന അവൾ ഏറ്റുകൊണ്ടിരിക്കുന്നു. ആ ഉപദ്രവം അവൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. സഹിച്ചിട്ട് അവൾ കൂടെ വാഴാനാണ്. അപ്പൊ ഈ മണവാളൻ നിമിത്തമുള്ള സകല ഉപദ്രവവും അവൾ സഹിക്കാൻ റെഡിയായിട്ട് സ്തോത്രത്തോടെ പോവുക. ആ ഉപദ്രവം അവൾ സഹിക്കും. എന്നാൽ ഈ മണവാളൻ തിരിച്ച്, ഈ മണവാളന്റെ ഒരു 5-6 ശത്രുക്കളായ പയ്യന്മാർ ഇവിടെ ഉണ്ടായി. 5-6 ശത്രുക്കൾ പയ്യന്മാർ ഈ മണവാളൻ ഉണ്ടെന്ന് വെച്ചു. മണവാളൻ തൻ്റെ ശത്രുവിൻ്റെ കയ്യിലേക്ക് നിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ എടുത്ത് ഇട്ട് കൊടുത്തേച്ച് പറയുക, നിങ്ങളെല്ലാം പീഡിപ്പിച്ചോ, അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ഞെടുത്തോളാം. അങ്ങനെ ഒരു മണവാളനെ കുറിച്ചാണ് യവന്മാർ പഠിപ്പിക്കുന്നത്. തലേ കയറിയോ? കയറിയില്ല. മണവാളൻ നിമിത്തമുള്ള കഷ്ടം മണവാട്ടി സഹിച്ചുകൊണ്ടിരിക്കുക. ഇറങ്ങി തിരിച്ച കാലത്ത് സഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മണവാളനോടുള്ള സ്നേഹം നിമിത്തം എത്ര അടി കെട്ടിയാലും എത്ര ഇടി കിട്ടിയാലും അവൾ സഹിച്ചോളും. പക്ഷെ തിരിച്ചു മണവാളൻ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയെ എടുത്ത് പീഡിപ്പിക്കാൻ ഇട്ട് കൊടുക്കുമോ? അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു മണവാളനെ അല്ല നമ്മൾ സേവിക്കുന്നത്. മനസ്സിലായോ? ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവളാണ് മണവാട്ടി സഭ. നിശ്ചയം കഴിഞ്ഞ സഭയെ ദൈവത്തിന്റെ ശത്രുവാകുന്ന പിശാചിന്റെ കയ്യിലേക്ക് പീഡനത്തിട്ട് കൊടുക്കുമോ? മണവാളന്റെ ശത്രുവിന്റെ കയ്യിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയല്ല. പകരം മണവാളനെ സ്വീകരിച്ചത് നിമിത്തമുള്ള കഷ്ടങ്ങൾ ദൈവസഭയ്ക്കുണ്ട്. അത് ആരംഭിച്ച 1-ാം നൂറ്റാണ്ട് മുതൽ ഇനി കർത്താവിന്റെ അടുക്കൽ എടുക്കപ്പെടുന്നത് വരെ സഭ കഷ്ടത്തിലൂടെയും ഉപദ്രവത്തിലൂടെയും പരിഹാസത്തിലൂടെയും നിന്ദയിലൂടെയും തന്നെയാവക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കും. നീ അതിനെ സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ കർത്താവ് വരും. അപ്പൊ പറഞ്ഞു വന്നത്, അപ്പച്ചന്മാർ അന്ന് വിളിച്ചു പറഞ്ഞു, ദേ ഈ ചിപ്പ് നിലവിൽ വരും. ഇന്ന് വന്നോ? വന്നു. ഇനിയും പിതാക്കന്മാരുടെ കാലത്ത് അവർ വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് പ്രതിമയ്ക്ക് സംസാരിക്കാൻ അനുവാദം ലഭിക്കും. പ്രതിമ സംസാരിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന. ചില വർഷങ്ങൾക്ക് മുമ്പ് അപ്പച്ചന്മാര് പ്രതിമ സംസാരിക്കുന്ന കാലം വരും എന്നൊക്കെ പറഞ്ഞപ്പോ എന്തോരം കളിയാക്കലും ചിരിയുമായിരുന്നു നമ്മുടെ നാട്ടുകാര്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? സൗദി അറേബ്യയിൽ സോഫിയ എന്ന് പറഞ്ഞ ഒരു പ്രതിമയ്ക്ക് പൗരത്വം ലഭിച്ചിരിക്കുന്നു. റോബോട്ട് അവള് പത്രക്കാരോട് ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നു, സംസാരിക്കുന്നു, ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നു. സോഫിയ പൗരത്വം ലഭിച്ചു. അവന്മാര് റോബോട്ടിന് വരെ പൗരത്വം കൊടുത്തു തുടങ്ങി. ഇവിടെ മനുഷ്യന് കൊടുക്കാത്തതിന് അടി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉണ്ടോ? കാലം മുന്നോട്ട് പോയി, നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1, ഇത് മതഗ്രന്ഥമല്ല. 2, ഇത് പ്രവചന ഗ്രന്ഥമാണ്. 3, ഇത് പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഒരിടത്തൊരു ഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇണവാക്യം അടുത്ത ഭാഗത്തുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. അങ്ങനെയെങ്കിൽ ഈ ബൈബിളിനെ കുറിച്ച് ഞാൻ പിന്നെയും പഠിക്കാൻ തുടങ്ങി, ആഴത്തിൽ വായിക്കാൻ തുടങ്ങി, ആഴത്തിൽ മനസ്സിലാക്കിയ ചിന്ത നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞാനിത് വായിക്കുമ്പോൾ കണ്ടു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. കൊള്ളാം, മനോഹരമായിട്ടുണ്ടായി. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി അടുക്കടുക്കായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദൈവം. അനന്തരം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവം. മനുഷ്യൻ ദൈവത്തോട് ഒന്നിച്ചു വസിക്കുവാൻ ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യനെ ആക്കി വെക്കുന്ന ദൈവം. ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിക്കുന്നു. സന്തോഷത്തോടെ അവർ ഏദൻ പൂങ്കാവനത്തിൽ വാഴുന്നു. ഇതൊക്കെ സൺഡേ ക്ലാസ്സിലെ പിള്ളേർക്കറിയാം, വിവരിക്കുന്നില്ല. സന്തോഷത്തോടെ അവർ വാഴുന്നു. ആ സമയത്ത് ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്ക് ഒരു പദവിയുണ്ടായിരുന്നു. എന്താണ് ആ പദവി? ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ആദാം ദൈവത്തിന്റെ മകൻ. ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ദൈവം നൽകിയ പദവി
പുത്രത്വം എന്ന പദവി. 2, ദൈവത്തോട് ഒന്നിച്ച് വസിക്കാനുള്ള പദവി. മനസ്സിലായോ? അതുകൊണ്ട് ആ ബൈബിൾ പണ്ഡിതന്മാർ ബൈബിളിനെ കുറിച്ച് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: നിത്യത മുതൽ നിത്യത വരെ. എന്നെ ഭാഷ നിത്യത മുതൽ നിത്യത വരെ. വെളിപ്പാടിൽ നിത്യതയുണ്ട്, നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ഉൽപ്പത്തിയിൽ നിത്യതയുണ്ടോ? അല്ല, സത്യത്തിൽ എന്താ ഈ നിത്യത? ദൈവത്തോടൊന്നിച്ചു വസിക്കുന്ന അനുഭവം. അതിലേക്ക് പോകാനല്ല ഇനി കാത്തിരിക്കുന്നത്. എന്തിനാ കാഹളനാഥെങ്കിൽ എടുക്കപ്പെടുന്നേ? എന്തിനാ കർത്താവിൻ്റെ മുഖം കാണണമെന്ന് പറയുന്നേ? ദൈവത്തോടൊന്നിച്ച് വസിക്കണം. അല്ലാതെ അവിടെ ചെന്ന് സൂപ്രണ്ട് ആകാനാണോ? സെക്രട്ടറി ആകാനാണോ? സെൻട്രൽ പാർട്സ് ആകാനാണോ? അതൊക്കെ ഇവിടെ ഉള്ളൂ. അവിടെ ഇവിടുത്തെ എത്ര വലിയ സെൻട്രൽ ബോൾട്ട് ആയാലും അവിടെ ചെന്നിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് വല്ല സഞ്ചിയൊക്കെ പിടിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ തൂക്കിക്കോണം. അവിടെ ചെന്ന് സഞ്ചി ഒന്നും ഏൽപ്പിക്കില്ല. സെക്രട്ടറിയും ട്രഷാറും കമ്മിറ്റിയും കസേര കളിയും എല്ലാം ഇവിടെ കിടക്കും. പിന്നെ ഇവന്മാരും അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഈ ശല്യമൊന്നുമില്ല. ഇവന്മാരും അങ്ങോട്ട് പോകില്ല. ഇവന്മാരൊന്നും അവിടെ എടുക്കൂല. അവിടെ എടുത്താൽ ഇവന്മാർ ആദ്യം അടിച്ചു മാറ്റുന്ന കർത്താവിൻ്റെ കസേരയായിരിക്കും. പ്രത്യേകിച്ച് മലയാളി ഇവിടുന്ന് എന്തായാലും എടുക്കൂല. കാരണം ഇവന്മാർ കസേര അടിച്ചു മാറ്റിക്കളയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോ ഈ അധികാരമോഹം പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോ ദൈവത്തോട് ഒന്നിച്ച് വസിക്കുന്ന അനുഭവത്തിലായിരുന്നല്ലോ ഉൽപ്പത്തിയിൽ. അതാ നിത്യത മുതൽ നിത്യത വരെ എന്ന് പറയുന്നത്. ദൈവത്തോട് ഒന്നിച്ചായിരുന്നു. ദൈവമായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നോക്കിയിരുന്നത് ഏദൻ പൂങ്കാവനത്തിൽ. എന്നാൽ പാപം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, പാപം പ്രവേശിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ ഇവിടെ അടുത്ത് ഒത്തിരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ കഥയൊന്നും വിശദീകരിക്കാത്ത എനിക്ക് കുറിവാക്യത്തിലോട്ട് ഓടി വരണം. പാപം മനുഷ്യന്റെ അകത്തേക്ക് കയറി. അതിന് ചില ആൾ പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നാണോ എന്നൊക്കെ ചോദിക്കും. അതൊന്നും അല്ല വിഷയം. ദൈവം അരുതെന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്തു. കൽപ്പനാ ലംഘനം പാപം, നിയമലംഘനം നടന്നു. പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. പാപം മനുഷ്യന്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവത്തോട് ഒന്നിച്ചു വസിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. തോട്ടത്തിൽ നിന്ന് പുറത്തായി എന്ന് വെച്ചാൽ പുത്രത്വം നഷ്ടപ്പെട്ടു. വളരെ ലളിതമായിട്ടൊരു ഭാഗം ഞാൻ പറയാം. ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം, മനുഷ്യ, ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു പിടിക്കാൻ, ഒന്നുകൂടെ കേട്ടോണം, ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം. സിമ്പിളാ. ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു കിട്ടും. എങ്ങനെ കിട്ടും പറ? എങ്ങനെ കിട്ടും പറ? അവനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, നാരായണൻ അറിയായ മുഹമ്മദ് കുട്ടി, ഏവർക്കും ദൈവ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പുത്രത്വം നിനക്ക് തിരിച്ചു കിട്ടും. നീ മക്കളാകും. കാൺമീൻ, ദൈവമക്കൾ. ആ പുത്രത്വം തിരിച്ചു പിടിക്കാൻ ഓരോ മനുഷ്യനും ദൈവം ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന അവസരമാണ് 70-80 വയസ്സ് വരെയുള്ള നിന്റെ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഈ ഭൂമി വന്ന് കുറെ തിന്ന് കുടിച്ച് സുഖിച്ചാനന്ദിച്ച് ആമേൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ കർത്താവ് എന്നാ ഉണ്ട് സൂസമ്മേ, സന്തോഷം, എത്ര വർഷം ഉണ്ടായിരുന്നു ഭൂമിയില്? കൃപയാൽ 80 തികച്ചാ വന്നേ. 80 വയസ്സ് വരെ ഭൂമിയിലാക്കി വെച്ചല്ലോ. നീ പുത്രത്വം സ്വീകരിച്ചോ? പിന്നെന്തോ ചെയ്തു? 4 ചാക്കരിയുടെ ചോറ്, 3 ചാക്ക് മട്ടൺ, 2 ചാക്ക് ചിക്കൻ, 1 ചാക്ക് പച്ചക്കറി, ഇത്രയും തീർത്തു 80 വയസ്സിനിടയിൽ. ഇതിന്റെ കണക്കെടുക്കാനാണോ നിന്നെ വിളിക്കുന്നേ? അല്ല. ആ ദൈവസന്നിധിയിലേക്ക് നീ തിരികെ ചെല്ലണം. ആ ദൈവത്തോടൊന്നിച്ച് നീ നിത്യമായി വസിക്കണം. അത് തിരിച്ചു പിടിക്കാൻ ദൈവം നിനക്ക് തന്നിരിക്കുന്ന അവസരമാണ് മനുഷ്യ ഈ ഭൂമിയിലെ 70-50 വയസ്സ് ജീവിതം. 20 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട് ഈ പന്തലിൽ, 30 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട് ഈ പന്തലിൽ.
40 വയസ്സിലും 50 വയസ്സിലും ആ പുത്രത്വം തിരികെ പ്രാപിച്ചവരുണ്ട് ഈ പന്തലിൽ. 90 വയസ്സായിട്ടും തിരിച്ചു പിടിക്കാത്തവരുമുണ്ട് ഈ പന്തലിൽ. ഇന്ന് രാത്രി ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ പുത്രത്വം കൈക്കലാക്കി വേണം നീ ഈ പന്തലിനകത്തുനിന്ന് എഴുന്നേറ്റ് പോകാൻ. കാൺമീൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ഭാഗ്യം. ഹല്ലേലൂയ. പുത്രത്വം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് പ്രവേശിച്ചു. വളരെ സിമ്പിളായി പറയുക, പാപമെന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയേറിയപ്പോൾ ഒരു മോക്ഷം തേടി മനുഷ്യൻ അലയാൻ തുടങ്ങി. ഇന്നും മോക്ഷത്തിനായി അവൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മോക്ഷത്തിന് വേണ്ടി സഞ്ചരിക്കുന്നു. ഇല്ലെന്ന് പറയാമോ റാന്നിക്കാർക്ക്? നിങ്ങൾ ഒട്ടും പറയത്തില്ലെന്ന് എനിക്കറിയാം. ആമേൻ. കാരണം മോക്ഷം തേടി മനുഷ്യൻ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. റാന്നിക്കാർക്ക് പ്രത്യേകിച്ചറിയാം. മനുഷ്യന്റെ അകത്ത് ഇരുട്ട് കയറി, പാപമെന്ന ഇരുട്ട്. അതുകൊണ്ടാണ് പൂർവ്വ പിതാക്കന്മാർ പുരാണങ്ങളിൽ കോറിയിട്ടൊരു പ്രാർത്ഥനയുടെ ശബ്ദം ഇങ്ങനെയാ: തമസോമാം ജ്യോതിർഗമയ. അർത്ഥം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം ഭഗവാനെ. മനുഷ്യൻ പ്രാർത്ഥിച്ചതാ. എന്തിനാ പ്രാർത്ഥിച്ചേ? പാപമെന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയേറി. ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം തേടി മനുഷ്യൻ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ കിട്ടും മോക്ഷം? അവൻ അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം മനുഷ്യന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയേറി. പാപമെന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, ഒത്തിരി ദുരന്തങ്ങൾ മനുഷ്യന് സംഭവിച്ചു പാപം അകത്ത് കയറിയപ്പോൾ. എന്തെല്ലാം ദുരന്തങ്ങൾ! അത് പ്രധാനപ്പെട്ട ഒരു ദുരന്തം ഞാൻ പറയാം. മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ മറന്നുപോയി. സൃഷ്ടിച്ച പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ഭഗവാൻ, ദൈവം എന്നിങ്ങനെ വിവിധ നാമകരണങ്ങളിൽ മനുഷ്യൻ സംബോധന ചെയ്യുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനുഷ്യൻ മറന്നുപോയി. പടച്ചവനെ മറന്നുപോയി. പടച്ചവൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വേണേ അത് മുറിച്ചിടും. പുള്ളി ഇപ്പം പഴയത് വിട്ടിട്ടില്ല. പടച്ചവൻ എന്ന് പറഞ്ഞു സ്റ്റേജിൽ. എടോ മനുഷ്യ, പടച്ചവനെന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കിയവൻ, സൃഷ്ടിച്ചവൻ എന്നേ അർത്ഥമുള്ളൂ. അത് ദൈവത്തിൻ്റെ പേരല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ്, ദൈവം എന്ന് പറഞ്ഞാൽ ശക്തനായവൻ. ഇങ്ങനെയുള്ള അർത്ഥങ്ങളേ ഉള്ളൂ. ചിലർക്ക് ഇങ്ങനെയുള്ള വരികൾ കേട്ടാൽ വലിയ അലർജിയാണ്. പണ്ട് അപ്പച്ചന്മാരുടെ കാലത്തൊക്കെ നമ്മൾ പാടിയ പാട്ടല്ലേ, ജീവനേ എൻ ജീവനേ നമോ നമോ, അല്ലേ? പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, നീ വാനോർ വാഴ്ത്തുനായക. അതിനകത്തൊരു വരിയുണ്ട്: ദിവ്യകാന്തിയാൽ ശോഭിച്ചന്തത മാറ്റും ഭാസ്കര. ഇത് കേൾക്കുമ്പോൾ ചില ആള് ഭാസ്കരനോ? അന്ധത മാറ്റുന്ന നീതി സൂര്യനെ കുറിച്ചാണ് പറഞ്ഞത്, ഭാസ്കരൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ആളുകൾക്ക് ചിലർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പൊ പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, മനുഷ്യൻ ഈശ്വരനെ മറന്നു, സൃഷ്ടാവിനെ മറന്നു. അതിന് നിങ്ങൾക്ക് ഡിഗ്രി ഒന്നും വേണ്ട അത് മനസ്സിലാക്കാൻ. ഒരു സിമ്പിൾ തെളിവ് ഞാൻ തരാം. പറയട്ടെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? പറ, ഉറക്കെ പറ. ദൈവം. ഇന്ന് നമ്മളിപ്പോ ഏത് വർഷത്തിൽ എത്തി? 2020. ഇപ്പൊ ചോദ്യം ചോദിക്കുക, ഒന്നുകൂടെ ചോദിക്കുക, ഉറക്കെ പറയണം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതിപ്പോ നിങ്ങളുടെ ചിരി കണ്ടാ തോന്നുന്നു ഞാനാ ഇത് ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചു. അല്ല, പണ്ട് യേശുദാസ് പാടിയല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ആണ്ടേ ദൈവങ്ങളെ സൃഷ്ടി. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ കൂടി മണ്ണിനടി ഉണ്ടാക്കുന്നെന്ന് പുള്ളി പാടിയപ്പോ ആരെങ്കിലും യേശുദാസിന് ഇരുട്ടടി അടിച്ചോ? പറ. അടിച്ചില്ലല്ലോ. എല്ലാവർക്കും അറിയാം ഇതൊക്കെ ആരുണ്ടാക്കിയതാ? മനുഷ്യനുണ്ടാക്കി. അതുകൊണ്ടല്ലേ ആമേൻ ഗോഡ് ഫോർ സെയിൽ എന്നൊക്കെ ഇപ്പൊ ബോർഡ് വെക്കുക. ദൈവത്തെ വിൽക്കാനുണ്ട്, കാശ് കൊടുത്താൽ കിട്ടും. കാരണം മനുഷ്യനുണ്ടാക്കിയതാ. അതാ പറഞ്ഞത്, പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സൃഷ്ടിച്ച ഈശ്വരനെ മറന്നു, പടച്ചവനെ മറന്നു, സൃഷ്ടാവിനെ മറന്നു. മനുഷ്യൻ സൃഷ്ടിയെ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് റോമാലേഖനം വായിക്കാം. 1-ാം അധ്യായം 21, 22, 23 തിരുവചന ഭാഗങ്ങളിൽ മാമേൻ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവച്ചു. ആർക്കൊക്കെ പങ്കുവച്ചു? വായിക്കേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ
നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടെ മനുഷ്യന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കേറിപ്പോയി. ഇരുട്ട് കയറിയപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. മനുഷ്യൻ കണ്ടോ ഈ ഇരുട്ടകത്ത് കയറുമ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് പോയി പഠിച്ച ആളാ ഞാൻ, എന്നെ ഇതൊന്നും പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാം, ജ്ഞാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായി പോയി. അടുത്ത വാക്ക്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, സൃഷ്ടിച്ച മഹാദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ ആർക്കൊക്കെ കൊടുത്തു മഹത്വം? ക്ഷയമുള്ള മനുഷ്യൻ. അപ്പൊ ആളുടെ നിർത്തി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചെന്ന്. ആർക്കൊക്കെ പങ്കുവെച്ചു? ആർക്കൊക്കെ പറ? ക്ഷയമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട മനുഷ്യനെ ചിലർ ദൈവത്തെ പോലെ കാണാൻ തുടങ്ങി. അപ്പോൾ ആൾ ദൈവങ്ങളുണ്ടായി. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴത്തടി പോലെ കിടക്കുന്ന മനുഷ്യനെ പലരും ദൈവങ്ങളായി കാണാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, നമ്മുടെ കേരളത്തിൽ ഒരു ദൈവത്തിന് പനിയാ, എല്ലാവരും പ്രാർത്ഥിക്കണം. മനസ്സിലായോ? എന്തുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്ക് പങ്കുവെച്ചു. ക്ഷയമുള്ള മനുഷ്യൻ. അടുത്തത് പക്ഷിക്ക് പങ്കുവെച്ചു. അടുത്തത് നാൽക്കാലിക്ക് പങ്കുവെച്ചു. അടുത്തത് ഇഴജാതിക്ക് പങ്കുവെച്ചു. ഹല്ലേലൂയ. ചിലർക്ക് നാൽക്കാലി ദൈവമായി, ചിലർക്ക് ഇടജാതി ദൈവമായി. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് കേരളക്കരയിൽ വാവാ സുരേഷ് എന്ന് പറയുന്ന മനുഷ്യൻ. കാരണം അദ്ദേഹം ഈ പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുമ്പോൾ നമ്മളൊക്കെ പറയുന്ന പോലെ പാമ്പ് അല്ലെ അടിക്ക് കൊല്ല് എന്നൊന്നും എന്ത് ചെയ്യത്തില്ല, അദ്ദേഹം പറയത്തില്ല. വളരെ ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. കണ്ടിട്ടില്ലേ നിങ്ങൾ? വളരെ ബഹുമാനം കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസമോ അദ്ദേഹത്തിൻ്റെ അറിവോ അനുസരിച്ച് അദ്ദേഹം അതിനെ പാമ്പെന്ന് പോലും പറയത്തില്ല. അതിഥി എന്ന് അദ്ദേഹം പറയുന്ന വാക്ക് അല്ലേ? അത്രയും ബഹുമാനം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യൻ ഇപ്പം മെഡിക്കൽ കോളേജിൽ ഇതേ പാമ്പ് കടിച്ച് തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടക്കുക. നമ്മളെല്ലാം ഇപ്പൊ ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് വേണ്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയാൻ വലിയ കാര്യമൊന്നും വേണ്ട. ഇത്രയും ബഹുമാനത്തോടെ കൊണ്ടു നടക്കുന്ന ആ മനുഷ്യനെ ദൈവം കൊത്തിയെന്ന് പറയുമോ ആരെങ്കിലും? ഇല്ല, ദൈവം അങ്ങനെ ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ മനുഷ്യന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കയറിയപ്പോൾ സംഭവിച്ചു പോയി എന്താ? ദൈവത്തിന് കൊടുക്കേണ്ട, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവച്ചു. മനുഷ്യർക്കായി, നാൽക്കാലിക്കായി, പക്ഷിക്കായി, ഇടജാതിക്കായി പങ്കുവച്ചു. പിന്നെ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇത് നാലിനെയും കൂടെ ഒന്നിച്ചൊരു കൂട്ടിലാക്കി മഹത്വം കൊടുത്തു. നാൽക്കാലി ഒരെണ്ണം, കുതിര പുറത്തിരിക്കുന്ന മനുഷ്യനൊരെണ്ണം, അതിൻ്റെ അടിയിൽ കൂടെ വഴയുന്ന പാമ്പൊരെണ്ണം, പാമ്പിന് 2 ചിറ കൂടെ വെച്ചു കൊടുത്തു. നാലിനെയും കൂടെ ഒന്നിച്ചൊരു കൂട്ടിലാക്കിയിട്ട് അങ്ങ് പള്ളിയിലേക്ക് കയറുന്ന യേശുവിന് കൊടുക്കുന്നതിൻ്റെ ഒരു ഇച്ചിരി ഇപ്പുറത്തിങ്ങേർ കൂടെ കൊടുക്കാമെന്ന് വെച്ചു, പങ്കുവെച്ചു, ഒറ്റക്കൂട്ടിലാക്കി. എന്നാ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത സ്തോത്രം. എല്ലാം കണക്കാ. ഒരാളെ ഒരു ഭാഗത്തെ ഒന്നും പറയണ്ട, എല്ലാം കണക്കാ. അപ്പൊ ശ്രദ്ധിച്ച്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ച് കളഞ്ഞു. സൃഷ്ടാവിനെ മറന്നിട്ട് മനുഷ്യൻ സൃഷ്ടിയെ ദൈവം എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് പാപം മനുഷ്യനെ കൊണ്ടെത്തിച്ചു. എന്നാൽ സൃഷ്ടാവ് ആരാണ് അറിയണ്ടേ? സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോസ്തലപ്രവൃത്തി 17:24. ദൈവം ആരാണെന്ന് നീ അറിയണം. സഹോദര, നിന്റെ കണ്ണു തുറക്കണം. ദൈവം ആരാ? ലോകവും അതിലൊക്കെയും ഉണ്ടാക്കിയ ദൈവം. നിർത്തി വായിക്കണം. ലോകവും അതിൽ കാണുന്ന സകലമാനത്തിനെയും ഉണ്ടാക്കിയവൻ ദൈവം. ആരാ ദൈവം? ഈ അണ്ടകടാകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചവും ഇതിൽ കാണുന്ന സകലതും, ഈ പന്തലിലിരിക്കുന്ന നിന്നെയും ഇവിടെ പ്രസംഗിക്കുന്ന എന്നെയും അടക്കം സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. നിന്നെ ഉണ്ടാക്കിയ ദൈവം. നീ ഉണ്ടാക്കിയതല്ല കേട്ടോ, നിന്നെ ഉണ്ടാക്കിയ ദൈവം. സകലത്തെയും ഉണ്ടാക്കിയ ദൈവം
സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. ആരാ പടച്ചവൻ? ആരാ സൃഷ്ടാവ്? ആരാ ഈശ്വരൻ? ആരാ സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ? കൊല്ലം ജില്ലയിൽ മാത്രം നിൽക്കുന്ന പുള്ളിയല്ല, തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പുള്ളിയല്ല, കോട്ടയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പുള്ളിയല്ല. ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ. ഇന്ത്യയെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ. ഈ അണ്ടകടാകത്തെ മുഴുവൻ നിയന്ത്രിച്ച മഹാദൈവം, സൃഷ്ടിച്ച മഹാദൈവം. ഇവിടുത്തെ NH-47 ടാരറ്റ് റോഡിൽ കൂടി എത്ര വീതിയുള്ള റോഡായാലും ഒരു ദിവസം 1-2 വണ്ടിയെങ്കിലും തമ്മിൽ കൂട്ടിയിടിച്ച് കിടക്കുന്നു. എന്നാൽ സൗരയൂഥ മണ്ഡലങ്ങളിൽ നോക്ക്, അവിടെ സഞ്ചരിക്കുന്ന ഒറ്റ ഗ്രഹങ്ങൾക്ക് ഡ്രൈവറുണ്ടോ? ഉണ്ടോ? ഡ്രൈവറുണ്ടോ? ഒറ്റ ഗ്രഹത്തിൽ ഡ്രൈവർ ഇല്ല. ഡെയിലി 2 വെച്ച് കൂട്ടിയിടിക്കുന്നുണ്ടോ? ഉണ്ടോ? അതിനെയൊക്കെ നിയന്ത്രിക്കുന്നവൻ. ആരോ പറഞ്ഞേൽപ്പിച്ചതുപോലെ സന്ധ്യയാകുമ്പോൾ സൂര്യനതാ മറഞ്ഞു പോകുന്നു, പറഞ്ഞു വിട്ടതുപോലെ ചന്ദ്രൻ പ്രവേശിക്കുന്നു. വെയില്, മഴ, രാവ്, പകല്, പ്രകൃതിയിൽ അതിനതിന് വെച്ചിരിക്കുന്ന നിയമങ്ങൾ അതെല്ലാം കൃത്യമായി ഒരു ഭരണ സംവിധാനങ്ങളും ഇല്ലാതെ ഇന്നും പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹാസ്രോതസ് ഉണ്ടല്ലോ, അവനോട് പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവ് ഈശ്വരൻ, പടച്ചവൻ, ദൈവം. ആ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കണ്ടോ? കണ്ടോ? കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. അതിന് ഞാൻ തെളിവ് തരട്ടെ നിങ്ങൾക്ക്. ജലപ്രളയം വന്നായിരുന്നോ? റാന്നി വന്നായിരുന്നോ? ജലപ്രളയം വന്നായിരുന്നു. ചോദിക്കുന്നത് സത്യമാണെങ്കിൽ മറുപടി പറയണം, സത്യമല്ലേ പറയണം, അങ്ങനെ അല്ലെന്ന് പറയണം കേട്ടോ. നമ്മൾ ഇല്ലാത്തത് പറഞ്ഞുകൂടാ, അതുകൊണ്ടാണ് പറയുന്നത്. റാന്നി വെള്ളം കയറിയല്ലോ. ചോദ്യം നിങ്ങളോടെ, ഇങ്ങനെ വെള്ളം പൊങ്ങി കഴുത്തറ്റം നെഞ്ചറ്റം ഒക്കെ വന്നല്ലോ പലയിടത്തും. വന്നപ്പോൾ നമ്മുടെ ചാക്കോച്ചായന്റെ പള്ളിയിലിരുന്ന യേശു വെള്ളത്തിലൂടെ ഒഴുകി നടന്നില്ലേ? പറ. മുകളിൽ ഇരുന്നല്ല, മുകളിൽ ഇരുന്നൊക്കെ രക്ഷപ്പെട്ടു, കീഴെ ഇരുന്ന എല്ലാം ഒഴുകി നടന്നില്ലേ? പറ എന്നുറക്കെ അങ്ങോട്ട്. എന്താ ഇല്ലാത്തതെല്ലാം പറഞ്ഞ? TV കൂടെ കണ്ടില്ലേ? ഒഴുകി നടന്നില്ലേ? നടന്നു. ഏതെങ്കിലും ചാക്കോച്ചൻ ആകാശത്ത് ഹെലികോപ്റ്ററിനെ നോക്കിയിട്ട് ഹെലികോപ്റ്ററെ പ്ലീസ്, ഉടനെ ഹെലികോപ്റ്റർ താന്നു വന്നു. പറ പറ, എന്റെ യേശു ഒഴുകി പോന്നു, ഒന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞോ അതോ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു? ഏതാ പറഞ്ഞ? പറ, ഉറക്കെ പറ. എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ വന്ന് ചാക്കോച്ചനെ പൊക്കിയെടുത്ത് ക്യാമ്പിൽ കൊണ്ടാക്കി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയി യേശു ചെളി പിടിച്ച് വേലിയെടുത്ത് കിടക്കുന്നു. ചാക്കോച്ചൻ പോയി അതിനെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചിട്ട് പറയാണ്, എന്നെ രക്ഷിക്കണേ എന്ന്. നിനക്കെന്ന് നേരം വെളുക്കും? തലേ കയറിയോ? ഇനിയും തലേ കയറിയില്ലേ? നിന്നോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു എന്നാ? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സൃഷ്ടാവ് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അപ്പൊ ന്യായമായൊരു ചോദ്യം നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം. നിങ്ങളുടെ ചർച്ച ഏതാ? ഇവിടുത്തെ ചർച്ചിന്റെ പേരെന്തുവാ? ബദൽ അല്ലേ? ബദൽ പെന്തക്കോസോ? ബദൽ ചർച്ച്. ഈ ബദൽ ചർച്ച് ഈ പെന്തിക്കോസ് പള്ളിയിൽ പിന്നെ നിങ്ങൾ എന്തിനാ പോകുന്നത്? അതും കെട്ടണമല്ലേ? ചോദിക്കണം. ചോദിക്കാം. പിന്നെന്തിനാ? അതും കെട്ടണമല്ലേ? അവിടെ എന്തിനാ നിങ്ങൾ പോകുന്നത് പ്രാർത്ഥിക്കാൻ? മറുപടി, ബദൽ പെന്തക്കോസ് ചർച്ച് കെട്ടിടത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ സെക്രട്ടറി വന്ന് ആമേൻ അവിടെ പൂട്ടിയിട്ടേച്ച്, ഓക്കെ യേശു എന്നാ അടുത്ത ആഴ്ച കാണാം കേട്ടോ, ഭദ്രമായിട്ടിരുന്നോണേ, കള്ളന്മാരെയൊക്കെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞേച്ച് യേശുവിനെ അതിനകത്ത് ഇരുത്തിയേച്ചല്ല പോണേ. ആണോ? ഒരു പെന്തിക്കോസ് ചർച്ചിനകത്ത് നിങ്ങൾ നോക്കിയാൽ ആമേൻ താടിയും മുടിയും നീട്ടി വളർത്തി ബാബു ആന്റണിയെ പോലെ ഇരിക്കുന്ന ഒരു യേശു അതിനകത്തില്ല. അതിനകത്ത് ആകെ ഉള്ളത് ഫാൻ്റെ റെഗുലേറ്ററും 2-3 ക്ലോക്കും, വേറെ ഒന്നും ഇല്ല. കാര്യം എന്താ? അതിനകത്ത് യേശുവിനെ ഇട്ട് പൂട്ടിയേച്ചല്ല സെക്രട്ടറി ഞായറാഴ്ച വീട്ടിൽ പോകുന്നത്. എന്താ കാര്യം? അതിനകത്തും യേശു കുടിയിരിപ്പില്ല. പിന്നെന്തിനാ നിങ്ങൾ ബന്ധപ്പെട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന? കാര്യം 2-3 പേര് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ കൂടി വന്നാൽ
അവരുടെ മധ്യയിലേക്ക് ഞാൻ ഇറങ്ങി വരാം എന്ന വാക്ക് പറഞ്ഞൊരു ദൈവം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് കൂടി വന്നാൽ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുമുണ്ട്. ആ സാന്നിധ്യം ഇറങ്ങി വരും. എന്നിട്ടോ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവകുഞ്ഞുങ്ങൾ ചർച്ച പൂട്ടി ഇറങ്ങിപ്പോകുമ്പോൾ യേശു അതിനകത്ത് കുടിയിരിക്കുകയല്ല, പകരം ഇറങ്ങിപ്പോകുന്ന എന്റെയും നിന്റെയും ഹൃദയമാകുന്ന ദേവാലയത്തിൽ, ഹൃദയമാകുന്ന മന്ദിരത്തിലാണ് അവൻ കുടിയിരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മനുഷ്യ, നിന്റെ ഹൃദയമാകുന്ന ദേവാലയം ഒന്ന് അടിച്ച് തളിച്ച് ശുദ്ധിയാക്കി പരിശുദ്ധിയുടെ മണ്ഡലത്തിൽ ജീവിക്കുന്ന ദൈവത്തിന് ഇറങ്ങി വസിക്കാൻ തക്കവണ്ണം നിന്റെ അകത്തിരിക്കുന്ന ആ ഇരുട്ടിന് എടുത്ത് പുറത്താക്കി കഴുകി വൃത്തിയാക്കി നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്ക്. ദൈവം നിന്റെ അകത്തു വന്ന് വസിക്കും. ഈശ്വരൻ നിന്റെ അകത്തു വന്ന് വസിക്കും. നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ആ സർവേശ്വരൻ കടന്നു വരും. ആമേൻ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവൻ ആലയത്തിൽ പോകുമ്പോൾ ദൈവ സാന്നിധ്യമാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ? ഈ ഉലകത്തിൽ സകലമാന ദൈവവിശ്വാസികൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഞാൻ ആരെയും എതിർക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസങ്ങളെയെല്ലാം മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ലോകത്തിൽ എത്രയൊക്കെ ദൈവങ്ങളുണ്ടെങ്കിലും, ഏതൊക്കെ ദൈവങ്ങളുണ്ടെങ്കിലും, ആ ദൈവത്തെ കാണാൻ ഒരു കൂലിപ്പണിക്കാരനായ നിങ്ങൾ ആഗ്രഹിച്ചാൽ അന്ന് മുതൽ നിങ്ങൾ വണ്ടിക്കൂലി കൂട്ടിവെച്ച് പലിശയ്ക്ക് പണമെടുത്ത് കഷ്ടപ്പെട്ട് വണ്ടിയൊരുക്കി യാത്ര ചെയ്ത് ആ ദൈവം എവിടെ ഇരിക്കുന്നു അവിടെ പോയി അതിനെ കാണണമെങ്കിൽ ഉലകത്തിൽ ഒരേ ഒരു ശബ്ദം മാത്രം. നിങ്ങൾ എന്നെ തിരക്കി 10 അടി മരക്കുരിശെടുത്ത് ചുമല വെച്ചുകൊണ്ട് റോഡേ കൂടെ മുട്ടയിലെറിഞ്ഞ് കാലിലെ പെയിന്റ് കളഞ്ഞ് അവൻ എഴഞ്ഞഴഞ്ഞ് പരുമല വരണ്ട, കുരിശുമല വരണ്ട, ഒരിടത്തും വരണ്ട. പകരം 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ നീ എന്നെ തിരക്കി ഞാൻ ഇരിക്കുന്നിടത്ത് വരണ്ട, പകരം നീ ഇരിക്കുന്നിടത്ത് ഞാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ഒരൊറ്റ ദൈവം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതത്ര ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകൾ. ആമേൻ. പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ? നീ എന്നെ തിരക്കി എന്നെ കാണാൻ പണമെടുത്ത് വണ്ടിക്കൂലി ചെലവാക്കി അങ്ങ് ഞാൻ ഇരിക്കുന്നിടത്തോട്ട് വാ എന്നല്ലാതെ നീ എന്നെ തിരക്കി അപ്പൊ ഞാൻ ഇരിക്കുന്നിടത്ത് വരണ്ട. ആ മലയിലല്ല ഈ മലയിലല്ല യേശു പറഞ്ഞു. ഏതാ? പരുമലയിലല്ല, കുരിശുമലയിലല്ല, ആമേ ഒരു മലയിലുമല്ല. പിന്നെയോ ആമേ 2 or 3 പേർ എൻ്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയാൽ നീ എന്നെ തിരക്കി വരണ്ട, ഞാൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നോളാമെന്ന് പറഞ്ഞൊരു ദൈവം. കാരണം എന്താ? ആ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. അവൻ എവിടെയും കടന്നു ചെല്ലാൻ കഴിവുള്ളവനാണ്. അവൻ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ്. അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞത്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥന. ഹൃദയം നുറുങ്ങിയ പെന്തിക്കോസുകാർക്കെന്നുണ്ടോ? ഉണ്ടോ? ഹൃദയം നുറുങ്ങിയ കത്തോലിക്കർക്കുണ്ടോ? ഹൃദയം നുറുങ്ങിയ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. മനുഷ്യന്റെ ഹൃദയം നുറുങ്ങി വിളിച്ചാൽ അവന്റെ സമീപത്ത് കരുണയോട് ഇറങ്ങി വരുന്നൊരു ദൈവം. 1 രൂപ വണ്ടിക്കൂലിക്കില്ലെങ്കിലും, 1 രൂപ യാത്ര ചെയ്യാനില്ലെങ്കിലും, അവൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലെങ്കിലും ആ അവസ്ഥയിൽ കിടന്നുകൊണ്ട് എനിക്കാരുമില്ല നാഥാ, 38 വർഷമായി ഞാൻ ഇവിടെ കിടക്കുക. ഈ വെള്ളം കലങ്ങുമ്പോൾ ഈ കുളത്തിലേക്ക് എന്നെ ഒന്ന് പിടിച്ചിറക്കാൻ എനിക്കാരുമില്ല എന്ന് പറയുന്നവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ആമേൻ അവനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പറഞ്ഞത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല സഹോദര. നീ പറയുന്ന അനുസരിച്ച് കയറാനും, നീ പറയുമ്പോൾ ഇറങ്ങാനും, നീ പറയുമ്പോൾ പോകാനും, നീ പറയുമ്പോൾ വരാനും, നീ പറയുമ്പോൾ അടയ്ക്കാനും, നീ പറയുമ്പോൾ തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. നീ പറയുന്ന അനുസരിച്ച് മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ
വാഴത്തടി പോലെ കിടക്കുന്ന പീറ മനുഷ്യ, നീയാണോ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സർവശക്തനായ ഈശ്വരനെ നിയന്ത്രിക്കുന്നത്? മൂക്കിൽ ശ്വാസമുള്ള നീയാണോ? MBBS ഡിഗ്രി LLB ഒക്കെ പഠിച്ച ഡിഗ്രി ഉള്ളവരൊക്കെ അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മെഡിക്കൽ കോളേജിലും RCCയിലും ഒക്കെ ചെല്ലുമ്പോൾ അവർ പഠിച്ച പണി 58 നോക്കിയിട്ട് ഒടുവിൽ അവരും നിന്നോടൊരു പദം പറയും, ഞങ്ങളെ കൊണ്ടൊക്കുന്നത് ഞങ്ങൾ ചെയ്തു. ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്ക്, ഈശ്വരനോട് പ്രാർത്ഥിക്ക്. കാരണം ഡിഗ്രിക്കും അതുക്കും മേലെയാണ് ദൈവം. ആമേൻ. സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കാത്തവൻ ഒരൊറ്റ കള്ളനവനെ ഓട്ടിക്കാൻ പറ്റൂല. ആമേൻ. അതുകൊണ്ടാ പെന്തിക്കോസുകാരുടെ പള്ളിയിലും യേശു കുടിയിരിപ്പില്ല. അതുകൊണ്ട് ജലപ്രളയം വന്നാൽ IPCയിലും കയറും, AGയിലും കയറും, ചർച്ച ബോർഡിലും കയറും, തമ്പേറും പായും ഒഴുകിപ്പോകും, യേശു പോവില്ല. കാരണം അതിനകത്തില്ല. പ്രൈസ് ദ ലോർഡ്. പെന്തിക്കോസുകാരുടെ പള്ളിയും ഭൂമി കുലുങ്ങിയാൽ തകർന്നു വീണേക്കാം. നമ്മളെല്ലാം വെളിയിൽ ഇറങ്ങിയെന്ന് അയ്യോ എൻ്റെ യേശുവിനെ മണ്ടയ്ക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറയൂല. കാരണം യേശു അതിനകത്തില്ല. അങ്ങനെയെങ്കിൽ തിരിച്ചറിയൂ, ദൈവം പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ മൂക്കിൽ ശ്വാസമുള്ള പീറ മനുഷ്യന്റെ കൺട്രോളിനനുസരിച്ച് ചലിക്കുന്നവനല്ല. നമ്മുടെ പിള്ളേരോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇത് പറയുമ്പോൾ എല്ലാവരോടും പറയണം. ഒരു കൂട്ടത്തോട് മാത്രം പറയരുത്. പറയുമ്പോൾ എല്ലാവരോടും പറയണം. നമ്മുടെ പിള്ളേരോടും പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ റോഡ് സൈഡുകളിൽ സ്റ്റേജ് കെട്ടി വെച്ചിട്ട് ആമേൻ എന്ത് ചെയ്യുക, കുറെ പേട്ട് പിള്ളേർ സ്റ്റേജിൽ കയറി കിടന്ന് കുട്ടിക്കരണം മറിയുന്നതല്ല ശുശ്രൂഷ. ദൈവവചനം കുഞ്ഞു കളിക്കാനുള്ളതല്ല. പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഇടയിലും കുറെ പേട്ട് പിള്ളേരുണ്ട്. ഇവനെയൊക്കെ പഠിക്കാൻ പറഞ്ഞയക്കണം. പിടി കിട്ടുന്നുണ്ട്. പഠിക്കാൻ വിടേണ്ട സമയത്ത് പിള്ളേരെ പഠിക്കാൻ വിടാതെ ആമേൻ എന്ത് ചെയ്യരുത്, കച്ചവടത്തിന് ഇറക്കരുത്. അതിനാ നിങ്ങളുടെ സ്വോത്രമൊന്നും ഇപ്പൊ കേൾക്കാത്ത. ഡോക്ടർ മോൻ ഡോക്ടർ ആയിക്കോട്ടെ, പ്രകൃതി നിയമം. എഞ്ചിനീയറുടെ മോൻ എഞ്ചിനീയർ ആയിക്കോട്ടെ, പ്രകൃതി നിയമം. കൃഷിക്കാരൻ്റെ മോൻ കൃഷിക്കാരനായിക്കോട്ടെ, തയ്യക്കാരൻ്റെ മോൻ തയ്യക്കാരനായിക്കോട്ടെ, കുഴപ്പമില്ലെന്നേ. പാസ്റ്റർ മോൻ പാസ്റ്റർ ആയേക്കണമെന്ന് നിയമമില്ല. ഉണ്ടോന്ന്? പാസ്റ്റർ മോൻ ആയോണ്ടാവും പാസ്റ്റർ ആയിക്കോണമെന്നുണ്ടോ? ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കണം. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കാത്ത ഒരുത്തനും ഈ പണിക്ക് ഇറങ്ങരുത്. 10ാം ക്ലാസ് തോറ്റാ ബൈബിൾ കോളേജിൽ അടിച്ചിറക്കാനുള്ള പരിപാടിയല്ലത്. ശുശ്രൂഷയ്ക്ക് സ്വർഗം വിളിക്കണം. ദൈവം വിളിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭൂമി ഇടിഞ്ഞു വീണാലും ഇവിടെ നിൽക്കും. വിളിച്ചത് ദൈവമാണെന്ന് ഉറപ്പ് വേണം. മനസ്സിലായോ? പിള്ളേർ കളിക്കാൻ ഇറക്കരുത്. കുറെ പേട്ട് പിള്ളേർ ഇപ്പൊ സ്റ്റേജിൽ കയറി കിടന്ന് ഓ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെ കയറട്ടെ, ഓ ശക്തിയോടെ ഇറങ്ങട്ടെ. നീ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും നിന്റെ വേലക്കാരനാ പരിശുദ്ധാത്മാവ്. പിതാവെന്ന് കേൾക്കുമ്പോൾ എത്ര ഭയവും ബഹുമാനവും നിനക്കുണ്ടാകുന്നോ അതേ ഭയവും ബഹുമാനവും പുത്രൻ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകണം. അതേ ഭയവും ബഹുമാനവും പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഉണ്ടാകണം. വേണ്ടേ? കാരണം തൃത്വത്തിൽ 3 ആളത്വങ്ങളും എന്താ? ദൈവമാ അല്ലേ? നമ്മുടെ ആളുകൾക്കൊരു പ്രശ്നം, പിതാവ് എന്ന് കേട്ടാൽ ഓ യഹോവ പിതാവ് തീ, പുത്രൻ എന്ന് കേട്ടാലോ പുള്ളി വലിയ കുഴപ്പമില്ല കരുണയുള്ളവനാ. പരിശുദ്ധാത്മാവോ ഓ അത് കാര്യസ്ഥൻ വേലക്കാരൻ. നിന്റെ ചിന്താഗതി മാറണം. ചില പെണ്ണുങ്ങളും ഉണ്ട്, ഓ ആത്മാവ് എന്നെ കാണിച്ചടി. ചുമ്മാ വെറുതെ വെളിവുകേട് പറഞ്ഞ അടിയൊന്നും മേടിച്ച് വെക്കരുത് കേട്ടോ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓ ഇന്നലെ ദൈവാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ചുമ്മാ വെറുതെ ദൈവാത്മാവിന്റെ പേരും പറഞ്ഞ അടിയൊന്നും മേടിച്ച് വെക്കല്ലേ. ഇവിടെ ഒരു മനുഷ്യനിരിപ്പുണ്ട്. ഇദ്ദേഹം പറയാത്തൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞെന്ന് 10 പേര് ഇവിടെ അങ്ങ് പ്രചരിപ്പിച്ചു. ഈ മനുഷ്യന്റെ ചങ്ക് വേദനിക്കുമോ? പറ അല്ലേ? അമ്മാമ്മ പറയാത്തൊരു കാര്യം അമ്മാമ്മ പറഞ്ഞെന്ന് 10 പെണ്ണുങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ചങ്ക് പടയ്ക്കുമോ? യോ മനസ്സിൽ പോലും അറിഞ്ഞ അല്ലടി എന്ന് പറയത്തില്ലേ? പറയും. മനുഷ്യന്റെ ചങ്ക് വേദനിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടാത്ത കാര്യം, ദൈവാത്മാവ് പറയാത്ത കാര്യം, ദൈവാത്മാവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം സ്റ്റേജിൽ കയറി കിടന്നുണ്ട് ആത്മാവിനോട് പറയുന്നു ഓ ഇപ്പൊ എന്നെ ആത്മാവ് കാണിക്കുന്നു. ചുമ്മാ ആളാകാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പേര് പിടിച്ച് വിഡ്ഢിത്തരം പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും മാപ്പില്ലാത്ത കുറ്റമെന്ന് തിരുവചനം പറയുന്നെങ്കിൽ പറഞ്ഞില്ലെന്നേ ഉള്ള അമ്മാമേ, പറയാത്ത പറഞ്ഞ് അടിമേടിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടൂല.
കാരണം പെന്തിക്കോസുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, നാട്ടുകാരെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ കുറ്റം പറയരുതെന്ന്. തെറ്റാ, ആര് ചെയ്താലും തെറ്റാ, അങ്ങനെ പറയുന്നവരെ ദൈവത്തിന് ഇഷ്ടം. നമ്മൾ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് അല്ലേ? അതുകൊണ്ട് തിരിച്ചറിഞ്ഞോണം. ഞാൻ വിഷയത്തിലോട്ട് ഓടി വരിക. ദൈവമാര്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ്. അടുത്ത വാക്യം എന്താ പറയുന്നത്? താൻ എല്ലാവർക്കും ജീവനും, ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുക. കണ്ടോ? സകലവും എല്ലാവർക്കും. ഹിന്ദുവെന്ന് നോക്കാതെ, മുസൽമാനും നോക്കാതെ, ക്രിസ്ത്യാനിയും നോക്കാതെ, ജീവജാലങ്ങൾ നോക്കാതെ, ചരാചരങ്ങൾ നോക്കാതെ, സകലതിനും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്ന ദൈവമാകെ കൊണ്ട് കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈയാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. കണ്ടോ സ്നേഹിത, കണ്ടോ സഹോദര, ഈ ലോകത്തിലെ മനുഷ്യൻ ആവശ്യമുള്ള സകലതും ഇങ്ങോട്ട് കൊടുക്കുന്ന ദൈവം. വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ ഈ മൂക്കി ശ്വാസമുള്ള മനുഷ്യന്റെ കയ്യിൽ നിന്നൊന്നും തിരിച്ചു ചോദിക്കുന്നില്ല. ഉണ്ടോ? ഈ സൂര്യന്റെ അടുത്തോട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ? പറ, കരിഞ്ഞു പോകും. ആ സൂര്യനെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ തേജസ് നിങ്ങളൊന്ന് ചിന്തിക്ക്. ആ തേജസ്സിലിരിക്കുന്ന ദൈവം ഇവിടുത്തെ ചാക്കോച്ചനോ, ചാക്കോച്ച ഇരുട്ടത്തിരിക്കുവാടോ, ഒരുപാട് മെഴുകുരി ഇങ്ങോട്ട് കത്തിച്ചു പോടാ. എന്ത് കഷ്ടമാടോ, നിന്നോട് ചോദിക്കുമോ? ചോദിക്കുമോ? സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഇന്ന് വരെ ഇവിടുത്തെ സയൻസിന് പറ്റിയിട്ടുണ്ടോ അമ്മാമേ? ആ സമുദ്രത്തെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം എന്നോട് പറയാ, ഇന്ന് രാവിലെ ചായ ഒന്നില്ലല്ലോടാ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് താടാ. പകരം നിനക്കാവശ്യമുള്ളതെല്ലാം നൽകി തരുന്ന ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ്, ദൈവം. താൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകൊണ്ട്, വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യന്റെ കയ്യിൽ നിന്നൊന്നും ആവശ്യപ്പെടാത്ത ദൈവം. അടുത്ത വാചകം കൂടെ കേട്ടോണം, കാത് തുറന്ന്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ മനുഷ്യരിൽ നിന്ന്, അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കണ്ടോ? ഈ വാക്യം ഈ ദൈവത്തെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കാൻ തോന്നുന്ന ഒരു വാക്യമാ. എന്താ? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. കണ്ടോ? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന്. ആരാ ഒരുത്തൻ? ആദാം. മനുഷ്യജാതി ഒക്കെയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ആദാം എന്ന ഏക രക്തത്തിൽ നിന്ന് സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവം. ഓ, എത്ര സന്തോഷ! നിങ്ങൾക്ക് തലേ കയറിയോ? തലേ കയറിയില്ലേ? ലളിതമായി പറയാം. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്ന്. ഇവിടെ ഈ ഉപദേശം എന്തോ ഈ പറയുന്നത്? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നോ? ആന്നേ, അതൊന്ന് തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു എടുത്ത് അടുത്ത മെഡിക്കൽ ലാബിൽ കൊണ്ട് കൊടുക്കുക. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് തരും. താണ്ട് ഇത് ആട്, ആന, പോത്ത്, പശു ഇതിന്റെ രക്തമാണെന്ന് എഴുതി ഒട്ടിച്ച് ഇങ്ങോട്ട് തരും. കാര്യം കണ്ടുപിടുത്തം നിലവിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കണം. ശ്രദ്ധിച്ചേ, ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ പള്ളിയിലച്ഛന്റെ രക്തം, ഇനിയൊന്നിൽ ജമാഅത്തിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ ഇവിടുത്തെ ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ അതേ പെണ്ണുങ്ങളായി കൊടുക്കണം. ആരെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ച് തരുവോ? ദേ മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്നതാണ് മുസ്ലിയാർ, പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പൂജാരി. തരുവോടോ? എടോ തരുവോടോ? പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യന്റെ സമയം മെനക്കെടുത്തരും, എല്ലാം മനുഷ്യന്റെ രക്തമല്ലേ എന്ന്. ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും, അതവിടെ നിൽക്കട്ടെ. രക്തം മുഴുവൻ ആരുടെയാ? മനുഷ്യന്റെ. അതുകൊണ്ട് ആ കൊന്തയിട്ട് ബൈക്ക് ഓടിച്ച് ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറിയവന്റെ തല പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്ന് അങ്ങനെ കിടക്കുക. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ 1 കുപ്പി ബ്ലഡ് അടച്ചാൽ നമുക്ക് ഇവനെ രക്ഷിക്കാന്ന് പറഞ്ഞപ്പോൾ കൊന്തയിട്ടവന്റെ അമ്മ നിലവിളിക്കുക, എന്റെ കർത്താവ്, എന്റെ കുഞ്ഞിന് രക്തം എവിടുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി കൊടുത്ത RSSകാരൻ പറയുക, അമ്മ വിഷമിക്കണ്ട, ഞാൻ തരാം ബ്ലഡ് എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, നീ RSS അല്ലേ എന്ന് പറഞ്ഞ ചരിത്രം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? ഏത് രക്തവാലും അടിച്ചു കയറ്റും അല്ലേ? എന്താണോ മനുഷ്യ നീ ചിന്തിക്കാത്തത്? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതറിയാത്തൊരു ജന്തു ഇന്നും ലോകത്തിലുണ്ട്. ആരാ?
മനുഷ്യൻ അവൻ തമ്മി കൊല്ലാൻ നടക്കുക. എല്ലാ രക്തവും ഒന്നാണെന്ന് അറിയുന്നൊരു ജന്തു, അതിൻ്റെ പേര് കൊതുക് എന്നാ. പണക്കമൊന്നുമില്ല പുള്ളിക്ക്. എന്നാ എല്ലായിടത്തും കുത്തും. എന്നാൽ ഇത് അറിയേണ്ട മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും തോളോട് തോൾ ചേർത്ത് പിടിച്ച് ഇതെന്റെ കൂടപ്പറപ്പാ, ഇവൻ എൻ്റെ അപ്പന്റെ സൃഷ്ടിയാ, ഇവനും ഞാൻ സഹോദരങ്ങളാ, എന്നെ ഇവനെ സൃഷ്ടിച്ച ഒറ്റ ദൈവമാ, അതുകൊണ്ട് തമ്മിൽ കൊല്ലണ്ടവരല്ല, തമ്മിൽ ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടവരാണെന്ന് പറഞ്ഞ് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പറപ്പിന്റെ കഴുത്തറുക്കാനും കയ്യും കാലും വെട്ടാനും മടിയില്ലാത്ത ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, നിന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുട്ടിയിരിക്കുന്നു. ഈ ഇരുട്ട് പുറത്തു പോയാലേ നിനക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ. അതിന്റെ തെളിവ് ഞങ്ങളോ ഞങ്ങൾക്ക് ഒരു കാലത്ത് ഇതൊക്കെ അലർജി ആയിരുന്നല്ലോ, ഇല്ലേ? തരംതിരിച്ച് സ്നേഹിച്ചിട്ടില്ലേ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും തരംതിരിച്ച് സ്നേഹിച്ചവരല്ലേ ഈ പന്തലിരിക്കുന്നേ? അതെ. ഇപ്പൊ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി അവിടെ ഒരു കാവി ഉടുത്ത സഹോദരൻ നിൽക്കുക. എന്നാ ഉണ്ട് സഹോദരൻ? സന്തോഷം. എന്തുവാ പേര്? സുരേഷ്. എന്തുവാ ജോലി? ഇവിടെ അടുത്താ മുക്കടയില. സുഖമായിട്ടിരിക്കുന്നോ? ശരി, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇന്ന് അത്രയല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാര്യം ഈ പുസ്തകം കൈ വന്നപ്പോ അകത്തിരുന്ന പാപമെന്ന ഇരുട്ട് പുറത്തു പോയപ്പോ കണ്ണു തുറന്നു. അവൻ എൻ്റെ അപ്പന്റെ മകനാ, അവൻ എൻ്റെ കൂടപ്പുറപ്പാന്ന് തിരിച്ചറിഞ്ഞപ്പോൾ. അതുകൊണ്ടാ നമ്മുടെ നാട്ടിൽ ചില പറയത്തില്ലേ, യവന്മാർക്ക് ഒരു നാണവും മാനം ഇല്ലാത്തവന്മാരുടെ ആര്? ഈ പെന്തിക്കോസുകാര്. അതെന്തര്? യവന്മാരെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും യവന്മാര് പിന്നെ വലിഞ്ഞേറി വരികയാണ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ്. നാണവും മാനം ഇല്ലാത്തവന്മാര് പറയാറില്ലേ? പക്ഷെ നീ ഒന്ന് ചിന്തിക്കണം, എന്താ പിന്നെ നാണമില്ലാതെ വലിഞ്ഞേറി വരുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ എൻ്റെ അപ്പന്റെ മകനാന്നുള്ള തിരിച്ചറിവ്, നീ എൻ്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നു. നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നീ തുണിയില്ലാതെ ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം തകർന്നു പോകുന്ന കാണുമ്പോൾ അടുത്തു വരും സഹോദര, കള്ളു കുടിക്കല്ലേ, അയ്യോ മോനെ നീ ഇങ്ങനെ നടക്കല്ലേടാ, അപ്പനെ അമ്മേനെ അനുസരിക്കണേ, അയ്യോ ചേട്ടാ ഭാര്യയെ തല്ലല്ലേ, അയ്യോ നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു നാണമില്ലാതെ പിന്നെയും വലിഞ്ഞു കയറി നിന്റെ പിറകെ വരാൻ കാരണം നീ എൻ്റെ കൂടപ്പുറപ്പാണെന്ന് ഈ പുസ്തകം പഠിപ്പിച്ചു. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകമല്ലാതെ പിന്നെ ഏത് പുസ്തകമാ ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്? പറ, നിങ്ങളൊന്ന് പ്രസംഗിപ്പിക്ക. നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ ഇവിടെ വിളിച്ചുകൊണ്ട് നിർത്തി ദാണ്ട ഇവിടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞു, കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തം സഹോദരങ്ങൾ. പറ, അതുപോലെ നിങ്ങളും പറ, നമ്മുടെ നാടൊന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരും ചേർത്ത് പിടിച്ചൊന്ന് സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞൊരു നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് പ്രസംഗിപ്പിക്ക. പണം വേണം, ഞങ്ങൾ മുടക്കാം. ഒന്ന് പറയാൻ പറ ഇവിടെ ഉള്ളവരോട്. നടന്ന പോലെ തന്നെ ഇവിടെ ചില ചേച്ചിമാരുടെ പ്രസംഗം കേട്ടാൽ ചാത്ത് പെട്ടി കിടക്കുന്നവൻ എഴുന്നേറ്റ് പിച്ചാത്തിയും കെട്ടിവെച്ച് മറ്റവനെ കുത്തും. അങ്ങനെ അവിടെ ചേച്ചിമാർ. ഈ ഇടയ്ക്ക് ഒരു ചേച്ചി പറയാണ്, ഇവിടുത്തെ മിഷണറിമാരൊക്കെ പാകിസ്ഥാനിലോട്ടും പഞ്ചാബിലോട്ടും പൊക്കോണമെന്ന്. ചേച്ചിയുടെ പേരിൻ്റെ അറ്റത്ത് ടീച്ചർ എന്ന് വരാൻ കാരണം മിഷണറിമാർ ഇവിടെ വന്ന് തുണി ഉടുപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ചോണ്ടാ. അല്ലെങ്കിൽ പേരിൻ്റെ അറ്റത്ത് ഇത് വെറും ശശി അത്രേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒന്ന് തമ്മിൽ അടുപ്പിക്കാതെ ചേച്ചി ഒന്ന് സ്നേഹിച്ചോട്ട് ചേച്ചി. ജാതിയും മതമൊന്നും വ്യത്യാസമില്ലാതെ മനുഷ്യന്റെ ജീവിതത്തിൽ ജാതിയും മതമൊന്നും ഇല്ലാത്ത ചില നിമിഷങ്ങളൊക്കെ വരും. അങ്ങനെ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിക്കാത്ത മലയാളി, നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എന്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ. ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വര എന്ന് പ്രാർത്ഥിച്ചില്ലേ? എന്നിട്ട് പഠിച്ചോടോ മലയാളി? 100 ഗ്രാം മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പഞ്ചസാര മോട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ആ പാലക്കാട് മധു എന്ന് പറഞ്ഞൊരു പാവം ചെറുപ്പക്കാരൻ, നമ്മുടെ കൂടെ വളരേണ്ട കൂടപ്പുറപ്പായ സഹോദരനെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊന്ന കൊച്ചു കേരളത്തെ വിശപ്പിന്റെ വില എന്താണെന്ന് ഈശ്വരൻ പഠിപ്പിച്ചില്ലേ? ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലുള്ളവൻ ആകാശത്തേക്ക് നോക്കി ഒരു പഴം ഒരു ബ്രെഡ് എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ലയോടോ മലയാളി? പഠിച്ചോടോ മലയാളി? ആമേൻ, പഠിച്ചോ. കടുത്തറ്റം വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പൊങ്ങിയ ഗർഭിണിക്ക് ചവിട്ടാൻ സ്വന്തം മുതുക് കുനിഞ്ഞു കാണിച്ചു തന്ന മുസ്ലിം സഹോദരൻ എന്തേ ചവിട്ടുന്നതിന് മുമ്പ് അവൻ പേര് ചോദിച്ചെങ്കിലോ? ചവിട്ടാൻ വരട്ടെ മുതുകത്തി ചവിട്ടാൻ വരട്ടെ. പേരെന്താ? നാരായണൻകുട്ടി. നീ ചവിട്ടണ്ട. നിന്റെ പേരോ? തോമസ് കുട്ടി. നീയും ചവിട്ടണ്ട. നിങ്ങളുടെ പേരെന്താ? മമ്മദ് കുട്ടി. നിങ്ങൾ ചവിട്ടിക്കോളി എന്നവൻ പറഞ്ഞെങ്കിലോ? എത്ര പേര് കാണുമായിരുന്നു മസിലൊക്കെ ഉരുട്ടി പിടിച്ചു ഇങ്ങനെ വിലസി നിൽക്കാൻ? ആമേൻ. എന്നിട്ട് ഇപ്പൊ അവനെ ഇവിടുന്ന് ഓടിക്കാനാ സമരം
അല്ലേ? ജാതി മത വ്യത്യാസമില്ലാതെ ക്യാമ്പിനകത്ത് എത്തിന്നിട്ട് പെണ്ണുങ്ങൾ തമ്മി പറഞ്ഞു, യോടി കൊച്ചിന് വെക്കാൻ സ്നഗി പോലും ഇല്ലടി എന്നും പറഞ്ഞ് കരഞ്ഞപ്പോൾ ഫുട്പാത്തിലിരുന്ന് കച്ചവടം ചെയ്യുന്ന നൗഷാദ് തന്റെ കടയിലെ തുണി മുഴുവൻ വാരി കൊടുത്തു. കാവി ഉടുത്തവനും കൊന്തയിട്ടവനും തൊപ്പിയിട്ടവനും എല്ലാം ഉടുത്തത് നൗഷാദ് കൊടുത്ത തുണിയാ. ഇപ്പൊ നൗഷാദിനെ ഓടിക്കണം. നീ എന്താടോ നന്നാവാത്ത മലയാളി? നീ അടുത്ത പ്രളയം വരണമല്ലോ അവനെ വേണമെങ്കിൽ, അല്ലേ? ഇതൊന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ വീണ്ടും അത് മുറിച്ചിടും. കണ്ടോ അങ്ങേര് സ്റ്റേജിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി. എടോ എന്തുവാടോ? സ്തോത്രം. നീ ആദ്യം മനുഷ്യനാകെ. ആമേൻ. നീ മനുഷ്യനാകെ. പിടി കിട്ടുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഇതൊക്കെ പറയുന്നതാണ് ആർക്കും കണ്ടുകൂടാത്തത്. ഇതൊക്കെ പറഞ്ഞാണ് ശത്രുക്കളെ ഉണ്ടാക്കിയത്. പിന്നെ എന്ത് വേണം? ഇവിടെ കയറി കിടന്ന് ആർക്കും മനസ്സിലാകാത്ത പോലെ ഓ ദാവീദിനെ അനുഗ്രഹിച്ചത് യാക്കോബിൻ്റെത് ഇങ്ങനെ പറഞ്ഞാൽ അടിച്ചടിച്ചടിച്ചിരിക്കും. വല്ല കാര്യമുണ്ടോ? പൊതുജനം നോക്കിയോ ഇങ്ങനെ എന്തുമായി കിടന്ന് കൂവുന്നതെന്ന് പൊതുജനം അലറിയിട്ട് 2 ചീത്തയും വിളിച്ച് അയാൾ വീട്ടിൽ പോകും. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ വല്ലതും പറഞ്ഞു കൊടുക്കേ. അതാ സുവിശേഷം. ചുമ്മാ കാറിക്കൂവി ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിക്കാതെ കേൾക്കേ. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുവാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം. മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടുത്തെ എത്രയെത്ര ക്രിമിനലുകളെ മനുഷ്യനാക്കി മാറ്റിയ പുസ്തകം. തിരുവനന്തപുരം പട്ടണത്തിലെ ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞ കോളനിയിലെ തേറ്റ അനിയെയും ഗോൾഡ് സുനിയെയും ഗുണ്ടുകാട് കൊച്ചു സാബുവിനെയും സുവിശേഷകരാക്കി മാറ്റിയ പുസ്തകം. വേണ്ട, റാന്നി പാലത്തിലിട്ട് ബൈബിൾ കത്തിച്ച രാജേഷ് വർമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കോട്ടയത്ത് കാനത്ത് പ്രസംഗിച്ച് ആഹാരം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഞാൻ പറഞ്ഞു, ആരാ? എന്നെ പറഞ്ഞാൽ അറിയും. ഞാൻ എന്നാ പറ. ഞാൻ പണ്ട് റാന്നിയിൽ പാലത്തിൽ ബൈബിൾ കത്തിച്ച ഒരാളെ അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം. അയാൾ ഞാനാ. ഞാൻ ചോദിച്ചു, എന്താ പേര്? എൻ്റെ പേര് രാജേഷ് വർമ്മ. ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്തോ ചെയ്യുന്നു? ഇപ്പൊ ഈ പുസ്തകം ചുമക്കുകയെന്ന്. എത്ര മനുഷ്യനെ നന്മയിലേക്ക് നയിച്ച സന്ദേശം. ഹല്ലേലൂയ. സുവിശേഷത്തെ എന്തിനാ വെറുക്കണേ? ഈ സന്ദേശം കേട്ട് ഇവിടുത്തെ ഒറ്റ ചെറുപ്പക്കാരൻ കുടിയനായിട്ടുണ്ടെങ്കിൽ പറ, ഇനി മേലിൽ ലോഗോസിന്റെ പേരിൽ ഒരു കൺവെൻഷൻ ഇവിടെ നടത്തുകയില്ല. ഇന്നത്തോടെ കൊണ്ട് പൂട്ടിക്കിട്ടും, അവസാനിപ്പിക്കാം. ഇല്ല. പകരം കള്ളും കഞ്ചാവും അടിച്ച് ഇവിടെ തുണിയില്ലാതെ നടന്ന അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ച് അങ്ങോട്ട് കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്ത പുണ്യമാണ് സുവിശേഷം. ആമേൻ. അതാ പറഞ്ഞത്, മനുഷ്യന്റെ അകത്ത് പാപം ഇരിക്കുന്നിടത്തോളം ഇതൊന്നും അവന്റെ തലേ കയറൂല. പാപമെന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയേറി അവൻ സുട്ടാവിനെ മറന്ന് സുട്ടിയെ ദൈവം എന്ന് വിളിച്ചും കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ സുട്ടാവിങ്കിൽ നിന്ന് അകന്നുപോയ സുട്ടിയായ മനുഷ്യൻ ആ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം മുന്നോട്ട് വെച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് സുവിശേഷം. എന്താണ് ആ പദ്ധതി? പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം, ആ നിത്യമായ മരണത്തിന് അടിമയായി മനുഷ്യൻ നീങ്ങി നടന്നു പോയപ്പോൾ ആ നിത്യ നരകത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മോചിച്ചെടുക്കുവാൻ, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുക്കുവാൻ സാക്ഷാൽ ദൈവം മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ തീരുമാനിച്ച സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം. സാക്ഷാൽ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് അവതാരമെടുത്ത് 33.5 തിരുവയസ്സിൽ സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം മരക്കുരിശായി ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി കാൽവരിയിലേക്ക് നോക്കിയാൽ സ്നേഹത്തിന്റെ ഒരു കാഴ്ച കാണാം. ഇതിനകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ ഷമീറും നാരായണനും ഗോപാലനും മുഹമ്മദ് കുട്ടിയും ഈ പന്തലിൽ ഇരിപ്പുണ്ട്. ഒരു വ്യത്യാസവുമില്ലാതെ ഒന്നിച്ചിരുന്ന് ഒറ്റ ദൈവത്തെ ആരാധിക്കാൻ ഇവരുടെയൊക്കെ മനസ്സിന് വരുത്തിയ മാറ്റത്തിന്റെ പേരാണ് സുവിശേഷം. അതിന് കാരണമായതാണ് കാൽവരിയിലെ സ്നേഹം. ഓരോ ചാട്ടവാറടിക്കും വീശുവീശായി മാംസക്കഷ്ണങ്ങൾ ഇളകി തെറിച്ചിട്ടും തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ച് കയറ്റിയിട്ടും വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി തുളച്ചിട്ടും ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ അനുസരിപ്പിച്ച കർത്താവ് 4 ദിവസം ചീഞ്ഞ മൃതദേഹത്തെ പുറത്തു കൊണ്ടുവന്ന യേശു ക്രിസ്തു വായ തുറക്കാതിരുന്നു. ചോദിക്ക, യേശുവേ, പെന്തക്കോസ്തുകാർ പറയുന്നു നീ വലിയ അത്ഭുതം ചെയ്തെന്ന്, പ്രകൃതിയെ അനുസരിപ്പിച്ചെന്ന്, ലാസറിനെ ഉയർപ്പിച്ചെന്ന്. എന്നിട്ടെന്താ ക്രൂശിൽ
അവൻ ഇവരെയൊക്കെ കത്തിച്ച് കളഞ്ഞേച്ച് ഇറങ്ങി വരാത്തെ? ചോദിക്ക്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഒരു മറുപടി പറയാനുണ്ട്. അവൻ വായ് തുറക്കാതിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ ഒരു രക്തം കാൽവരിയിലുണ്ട്. സ്നേഹിത, ഇന്നലെ വരെ ഈ ദേശം നീ തലതെറിച്ചവനെന്ന് പറഞ്ഞെങ്കിൽ, ഇന്നലെ വരെ ഈ ദേശം നീ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞെങ്കിൽ, നാളെ മുതൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് നീ നോക്ക. എനിക്ക് പകരം, എന്റെ പാപത്തിന് പകരം എന്നെ പാപത്തിന്റെ ഇരുട്ടിൽ നിന്ന് മോക്ഷം നൽകേണ്ടതിന് ഒരു വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ പന്തലിന്റെ അകത്തെ ഇരുട്ട് വഴിമാറാൻ ഇതിനകത്ത് വെളിച്ചം തെളിച്ചതാണ് വഴിയെങ്കിൽ, ആമേ, മാനവജാതിയുടെ അകത്ത് കുടിയിരിക്കുന്ന ഇരുട്ട് വഴിമാറാൻ തമസോമാം ജ്യോതിർഗമയ എന്ന് മനുഷ്യൻ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം ഭഗവാനെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വെളിപ്പെട്ടു. മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് അവനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നിൽ വസിക്കുന്ന ഒരുവനും ഇരുളിൽ സഞ്ചരിക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാലഘട്ടത്തിന്റെ നടുവിൽ പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് യേശു പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ യേശുക്രിസ്തു എന്ന വെളിച്ചം ഈ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു കയറിയാൽ നിന്റെ അകത്തിരിക്കുന്ന ഇരുട്ട് വഴിമാറും, നിനക്ക് മോക്ഷം ലഭിക്കും. നീ പാപം മോചിക്കപ്പെട്ടവനായ ഒരു ജീവിതത്തിലേക്ക് വഴിമാറും. ആമേൻ. പാപം മോചിക്കുവാൻ, മോക്ഷം പ്രാപിക്കുവാൻ അലഞ്ഞു തിരിഞ്ഞ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ട് ഇനി എവിടെയാണ് ഒരു മോക്ഷമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന സ്നേഹിത, ഇന്ന് രാത്രി പാപമോചനം ക്രിസ്തുവിലുണ്ട്. ഇന്ന് രാത്രി രക്ഷ ക്രിസ്തുവിലുണ്ട്. ഇന്ന് രാത്രി നിത്യജീവൻ ക്രിസ്തുവിലുണ്ട്. നീ നിൽക്കുന്ന നെപ്പിലിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങ് എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആമേ മനുഷ്യനായി ഇറങ്ങി വന്ന് എന്റെ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം അങ്ങയുടെ ശിരസിൽ ഏറ്റുവാങ്ങി എനിക്ക് പകരം മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, ആമേ എന്നെ രക്ഷിപ്പാൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങൾ എന്നോട് പുറത്ത് എന്നെയും അങ്ങയുടെ മകനാക്കണമെന്ന് ഇന്ന് രാത്രി യേശുവിനോട് ആര് പ്രാർത്ഥിക്കും, നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് യേശു കടന്നു വരും. ആ വെളിച്ചം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ അകത്ത് കുടിയിരിക്കുന്ന ഇരുട്ട് വഴിമാറും. ഇന്നലെ വരെ ഇരുട്ടിൽ ജീവിച്ച നീ നാളെ മുതൽ ഈ ദേശത്തിന്റെ നടുവിൽ വെളിച്ചത്തിന്റെ മകനായി തീരും. തിരുവനന്തപുരത്തിന്റെ പട്ടണത്തിൽ 22 ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ജീവിച്ച ഗുണ്ടുകാട് കൊച്ചു സാബു എന്ന സാബുമോനുണ്ടല്ലോ, ഇന്ന് യേശു അകത്ത് വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ആ ഓട്ടോറിക്ഷ ഓടിച്ച് ദിനം പ്രതി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഡെയിലി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 100 പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 22 ക്രിമിനൽ കേസുകളുള്ള കൊച്ചു സാബുവിന്റെ ചരിത്രം യേശു മാറ്റിമറിച്ചു. ഇന്ന് കേരളത്തിൽ ഏത് ജയിലിലും പോയി സുവിശേഷം പറയാൻ പോലീസ് അധികാരികൾ സാബുവിന് അവസരം കൊടുത്തിരിക്കുകയാണ്. എന്തിനാ അവർ പറഞ്ഞത്? ഇതിനകത്ത് കിടന്ന ശിക്ഷാവിധി കൊണ്ട് പോക്കറ്റടിക്കാരനായി ഇതിനകത്ത് വരുന്നവൻ തികഞ്ഞ കള്ളനായിട്ടാ പുറത്തു പോകുന്നേ. പകരം നിങ്ങളെപ്പോലുള്ളവർ ഇതിനകത്ത് വന്നാൽ ആമേൻ കൊലപാതകിയെ പോലും മനുഷ്യ സ്നേഹിയാക്കി പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന അധികാരികൾ പോലും സമ്മതിച്ച സുവിശേഷം യേശു എനിക്കും നിനക്കും പകരമായി മരിച്ചു. ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേവലം 3 ആണി കൊണ്ട് യേശു അവസാനിച്ചിരുന്നെങ്കിൽ, കേവലം ഒരു മരണം കൊണ്ട് യേശു എന്ന പേർ തീർന്നിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഇവിടെ ഒരു കൺവെൻഷൻ ഇല്ല. 3 ആണി കൊണ്ട് തീർന്നുപോയൊരു യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഇത്രയും മനോഹരമായ ഒരു കൊയർ ടീം ഇല്ല. പിന്നെ എന്തിനാ ഈ പാടുന്നേ? പിന്നെ എന്തിനാ ഈ പ്രസംഗിക്കുന്നേ? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല,
മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കൽ ഉറങ്ങുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു. ഉലകത്തിലുള്ള സകലമാന കല്ലറകളിലും എഴുതിയിരിക്കുന്നു, അവൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. സൂസമ്മ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ചാക്കോച്ചൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. തോമസ് കുട്ടി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അതാ തുറക്കപ്പെട്ട കല്ലറവാതിക്കൽ ഒരു എഴുത്തുണ്ട്, യേശു ഇവിടെ ഇല്ല, യേശു ഇവിടെ ഇല്ല, യേശു ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്നും ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് കൈപൊക്കിയ കാണട്ടെ. എന്ത് സന്തോഷമായി എനിക്ക്. കാരണം എന്താ? നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നല്ലേ? സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ചിലരുടെ വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക മാലയിട്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ജീവിക്കുന്നല്ലേ? സന്തോഷമുണ്ട്. ഇവിടെ പ്രായമുള്ളൊരു പിതാവിരിപ്പുണ്ട്. ഈ മനുഷ്യൻ ജീവനോടെ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇദ്ദേഹം പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോൻ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ എടുത്ത് മതിലെ കൊണ്ട് ആണി അടിച്ച് വെച്ചൊരു മാലയിട്ട് തിരിയും കത്തിച്ച് വെച്ചേച്ച് ഇദ്ദേഹത്തിൻ്റെ മോന് ആ ഫോട്ടോയിലോട്ട് നോക്കിയിട്ട് പറയുക, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽ കോളേജ് വിട്ട് വന്നപ്പോൾ ടീച്ചറിൻ്റെ ഡയറിയിൽ എഴുതി വിട്ടു ഇന്ന് പകൽ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിച്ചു കൊള്ളുന്നു. അപ്പൻ ജീവനോടെ പത്രം വായിച്ച് സിറ്റ് ഔട്ട് ഇരിക്കുമ്പോൾ അപ്പൻ്റെ ഫോട്ടോയെ നോക്കി 100 രൂപ ചോദിക്കുന്ന മോനെ കാണുമ്പോൾ ഈ അപ്പന് രോമാഞ്ചമാണോ? ആണോ? ഒരു വടിയെടുത്ത് അവൻ്റെ ചന്തിക്കിട്ട് 2 കൊട്ട് കൊടുത്തേച്ച് പറയും ഓടടാന്ന് പറയും. വടി കൊണ്ടുപോലെ ജീവനോടിരിക്കുന്ന എൻ്റെ പടമെടുത്ത് വിധി വെച്ചു 100 രൂപ വരാനോ ഓടടാന്ന് പറയും. ഈ ഉലകത്തിലെ അപ്പൻ്റെ ചങ്ക് വേദനിക്കുന്നെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എനിക്കും നിനക്കും വേണ്ടി ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നവനായ ക്രിസ്തുയേശുവിനെ മരിച്ചവനെ പോലെ ഇരുത്തിയിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്കയ്യോ കഷ്ടം. ചിലരുടെ വീട്ടിൽ യേശു കഴിഞ്ഞ ഡിസംബറിൽ ജനിച്ചേ ഉള്ളൂ. എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കും, ദുഃഖവെള്ളിക്ക് കൊല്ലും. 1 വയസ്സ് പോലും വളരാൻ ഇന്ന് വരെ നീ അനുവദിച്ചിട്ടില്ല. അടുത്ത ക്രിസ്മസ് വരെങ്കിലും വളർത്തിയെങ്കിൽ 1 വയസ്സായി പോയേനെ. സമ്മതിക്കൂല. അതിനു മുമ്പേ പോയി കൊന്നു കളയുക. VVIPകൾ കാറി വന്ന് കടക്കാരോടൊരു ചോദ്യം, യേശുവിന് എന്താ വില? 150. ജോസഫിനോ 100, മറിയക്കോ 100, ദൂതന്മാർക്കോ 50. ഭയങ്കര വില സാറേ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കുടുംബമായിട്ടെടുത്താൽ 200 രൂപയ്ക്ക് വന്നേക്കും. അപ്പം യേശുവിൻ്റെ കുടുംബത്തിൻ്റെ വില 200. 3 മാസം കഴിഞ്ഞ് കിളയക്കാരൻ വന്ന് പറമ്പ് കിളയ്ക്കുമ്പോൾ യേശുവിൻ്റെ തല വാഴ ചുവട്ടിയെന്ന്, യോസഫിൻ്റെ കാല് തെങ്ങൻ ചുവട്ടിയെന്ന്, മറിയയുടെ തല റബ്ബർ ചുവട്ടിയെന്ന്. കാര്യം അടുത്ത വർഷം വേറെ യേശു വേറെ കടയെന്ന് വരും. പുതിയ യേശു എല്ലാ വർഷവും. നാണമില്ലിയോടോ ക്രിസ്ത്യാനി നിനക്ക്? നീ ബൈബിള് തുറന്നങ്ങോട്ട് നോക്കേ. നീ വേദപുസ്തകം തുറന്ന് വായിച്ചിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് ഒരു 55 വർഷമായി ഞാൻ ക്രിസ്ത്യാനിയാ എന്ന് പറഞ്ഞ അച്ചായനോട് ഞാൻ ചോദിച്ചു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോന്ന്. ഏത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോന്ന്. ഓ ഇല്ല, വീട്ടിൽ ബൈബിള് മാത്രമേ ഉള്ളെന്ന്. ഞങ്ങൾ വേറെ പുസ്തകങ്ങളൊന്നും, ബൈബിളിനകത്തുള്ള പുസ്തകം അച്ചായോ എന്ന് പറഞ്ഞു. നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല, നീ വായിക്കേ. സുവിശേഷ നിമിത്തം സുവിശേഷ വിരോധികൾ കല്ലെറിഞ്ഞു കൊല്ലുവാനായി സ്തേഫാനോസ് എന്ന് പറഞ്ഞ അഭിഷിക്തന്റെ നേരെ കല്ലെടുത്തപ്പോൾ മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ സ്തേഫാനോസ് എന്ന് പറയുന്ന അഭിഷിക്തൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ കണ്ടതെന്താന്ന് നിന്റെ പുസ്തകത്തെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? സ്വർഗം തുറന്നിരിക്കുന്നതും പിന്നെ പിതാവിന്റെ മടിയിൽ ബാബാവോ എന്ന് പാടുന്ന ഉണ്ണീശോയെ കണ്ടെന്നാണോടോ? ആണോടോ? അല്ലടോ. പിതാവിന്റെ മഹത്വവും വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായവൻ നിൽക്കുന്നതും കണ്ടു. അവനിപ്പോ ഉണ്ണിയല്ല, അവൻ മനുഷ്യപുത്രനാണ്. എനിക്കും നിനക്കും വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന പുതിയ നിയമത്തിന്റെ ഏക മധ്യസ്ഥൻ. മനസ്സിലായോ? ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റ് പലതവണ ശിക്ഷഗണത്തിന് പ്രത്യക്ഷനായിട്ട് അനന്തരം ഒരു കൽപ്പന കൈമാറി.
ഒന്നാമത്തെ പോപ്പെന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന പത്രോസ് ലീഹായോടും കൂട്ടരോടും യേശു പറഞ്ഞു, പുറപ്പെട്ട സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കാൻ. അന്നത്തെ പത്രോസും പോപ്പൊക്കെ വളരെ ഭംഗിയോടെ അത് ചെയ്തു. പിന്നെ വന്ന പോപ്പുമാർക്ക് പുറപ്പെട്ടു പോകാനും പറയാനും ഒന്നും വയ്യാന്ന് പറഞ്ഞ് അവർ സിംഹാസനം അടിച്ച് ആസനം അടിച്ച് അവിടെ ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ദേ ഇവിടെ കുറെ കല്ലുകൾ കിടപ്പുണ്ട്, ആർക്കും വേണ്ടാത്ത വഴിത്തലക്കൽ കിടക്കുന്ന കുറെ കല്ല്. ആ കല്ലുകൾ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കും. പാരമ്പര്യം പറയുന്നവൻ മിണ്ടാതിരിക്കുമ്പോൾ വഴിത്തലക്കൽ കിടന്ന ഒരു യോഗ്യതയും ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ ദൈവം വിളിച്ചിറക്കി, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വാക്കിന്റെ നിവർത്തിയായി പാരമ്പര്യം പറയുന്നവന് സുവിശേഷം അലർജിയായിരിക്കുമ്പോൾ വഴിത്തലക്കൽ കിടന്നവൻ യോഗ്യതയില്ലാത്തവൻ ദേ വിളിച്ചു പറയുന്നു, യേശു ജീവിക്കുന്നു. ആമേൻ. അന്ത്യകൽപ്പന കൈമാറിയിട്ട് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ നിർത്തും, ഒറ്റ ഭാഗം കൂടെ വായിച്ച് നിർത്തും, കേട്ടോണം. യേശു സ്വർഗാരോഹണം ചെയ്തു. നോക്കി നിൽക്കുക ശിഷ്യഗണം. നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തോട് മാലാഖമാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ വാക്കാണ് ഞാനിവിടെ വായിച്ച കുറിവാക്യം. ഒന്ന് വായിച്ചു കൊടുത്തേ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഒരു ഭാഗം കൂടെ വായിക്കണം, കാത് തുറന്ന് കേട്ടോണം, വേണ്ടുന്ന വിഷയമാണ് ഇത്. പറഞ്ഞിട്ട് മാലാഖ വൃന്ദം മറഞ്ഞു. ഈ കേട്ടവർ എന്ത് ചെയ്തു? വായിച്ചേ, വായിക്ക് താഴോട്ട്. അവൻ യെരൂശലേമിന് സമീപത്ത്, ഈ കേട്ടവരെ ശിക്ഷകണം യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. എങ്ങോട്ട് പോയി? യെരൂശലേമിലേക്ക് പോയി. വായിക്ക്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. നിക്കട്ടെ, അവരെങ്ങോട്ട് കയറിപ്പോയി? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ കൂടെ ചോദിക്കുന്നത്. എങ്ങോട്ട് കയറിപ്പോയി? മാളിക മുറി കയറിപ്പോയി. ആരാ കയറിപ്പോയെന്ന ലിസ്റ്റ് വായിക്കാൻ പോവാ. നിർത്തി വായിക്കണം. വേണമെങ്കിൽ വരയിട്ടോണം, അല്ലെ പേപ്പറെ കുറിച്ചിട്ടോണം. വായിക്കേ. പത്രോസ്. ആരാ പത്രോസ് എന്ന് പറഞ്ഞ ആരാ? പുള്ളി ഒന്നാമത്തെ മാർപ്പാപ്പ അഥവാ പോപ്പെന്ന് ക്രിസ്ത്യാനികൾ അഭിമാനിക്കുന്ന പത്രോസ് ലീഗ എന്ന പോപ്പ്. അടുത്തത് യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് ലീഗ, ബർത്തലോമായി, മത്തായി, ആൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മതി. കേറിപ്പോയവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 3 പേരെ ഞാൻ പറയാം ഒന്നുകൂടെ. ഒന്നാമത്തെ പോപ്പായ പത്രോസ് ലീഗ, പിന്നെ ചിലരുടെ പ്രിയപ്പെട്ട തോമാസ് ലീഗ, പിന്നെ യേശുവിന്റെ അമ്മയായ മറിയ. ക്ലിയർ ആണോന്ന്? എന്നാൽ അവിടെ പോയി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ സംഭവിച്ചു. 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഇവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പെരുന്നാൾ വന്നു. ഏത് പെരുന്നാള്? പെന്തക്കോസ്ത് പെരുന്നാള്. ചിലര് പറയുന്ന പെന്തിക്കോസ് എന്ന് പറഞ്ഞ മതമല്ല കുഞ്ഞമ്മേ. 50-ാം പെരുന്നാള്, പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അപ്പൊ മുഴക്കം ഒന്നും പെന്തിക്കോസുകാർ തമ്പേർ അടിച്ചുണ്ടാക്കിയതല്ല കേട്ടോ. എന്നാ ബഹളമാ അവിടെ ഉണ്ടായതാ. ഞങ്ങൾ ആരും തമ്പേർ കൂട്ടിയതല്ല. ഒരു മുഴക്കമുണ്ടായി. അടുത്തത്, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആയിക്കോട്ടെ. അഗ്നിജ്വാല പോലെ വളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആമേൻ. പറ, വായിക്കേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആര്? ഒന്നുകൂടെ വായിക്കേ. ആത്മാവ് അവർക്ക് മേലോട്ട് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓക്കെ. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്തത്, എല്ലാവരും. ആര്? അവിടെ ഇരുന്ന നേരത്തെ വായിച്ച ലിസ്റ്റിൽ പറഞ്ഞ അടക്കമുള്ള സകല ആളുകളും ആത്മാവ് നിറഞ്ഞവരായി
അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിക്കട്ടെ. ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്തു വിളിക്കുന്നത്? പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ നല്ല ഒന്നാന്തരം പെന്തിക്കോസുകാരിയാണ് മറിയ. അവിടെ ഇരുന്ന് അന്യഭാഷ പറയുന്നു അമ്മാമ്മ. അതുകൊണ്ട് മേലാ പെന്തിക്കോസുകാർ അമ്മ ഇല്ലാത്തവരാന്ന് പറഞ്ഞേക്കരുത്. നിങ്ങളുടെ പള്ളി പടമുണ്ട്, ഞങ്ങളുടെ കൂടെ ജീവനോടുണ്ട്. നിങ്ങൾക്ക് അന്യഭാഷ ഉണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ കൂടെ അമ്മ. ഇനി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന കൂട്ടത്തിൽ ആരുണ്ട്? പോപ്പുണ്ട്. ഞങ്ങൾ പോപ്പിന്റെ ആളുകളാ. പാരമ്പര്യം ഉള്ളതും ഞങ്ങൾക്കാ. അതിനകത്ത് ആരുണ്ട്? തോമാസ് ലീഗ. മനസ്സിലായോ വല്ലോ? അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അല്ലേ? ഒരു ഭാഗം കൂടെ പറയാ. അങ്ങനെ ആത്മാവ് നിറഞ്ഞ് ആരാധിക്കുമ്പോൾ അതേ ആത്മാവിൽ ആര് പ്രസംഗിക്കാൻ എഴുന്നേറ്റു? പോപ്പ് പത്രോസ് ലീഗ പ്രസംഗിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റു. ആത്മാവിൽ നിറഞ്ഞ പത്രോസിന്റെ ഒരൊറ്റ പ്രസംഗം എന്ത് സംഭവിച്ചെന്നറിയാവോ? വായിക്ക 2-ാം അധ്യായം 37-ാം വാക്യം വായിക്ക. ഇത് കേട്ടിട്ട് പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. നിക്ക് ഇവര് പറയട്ടെ, എന്തുകൊണ്ടു? ഉറക്കെ പറ. കുത്തുകൊണ്ടെന്നാണോ? അതോ നിങ്ങളുടെ ആരെങ്കിലും ബൈബിളിൽ ഇക്കിളി ഉണ്ടെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇല്ലല്ലോ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കാവോ? പുസ്തകത്തിൽ പറയുന്ന, പുസ്തകത്തിലെ ആത്മാവ് നിറഞ്ഞവൻ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ പ്രസംഗിച്ചാൽ ഇക്കിളി അല്ല കൊള്ളുന്നത്, ചങ്കത്ത് കത്തി കയറും. ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ നിന്റെ അകത്ത് ഇടക്കിടക്ക് പറഞ്ഞപ്പോ എനിക്കൊരു കുത്ത് കൊണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോണം, ഇവിടെ പ്രസംഗിക്കുന്നവൻ പരിശുദ്ധാത്മാവിലാ പ്രസംഗിച്ച്. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും നമുക്ക് വേണ്ട. ഇല്ലെന്നല്ല, വേണ്ട. ഇപ്പൊ നമുക്ക് എന്താ വേണം? കൺവെൻഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങും, പെണ്ണുങ്ങളെല്ലാം കൂടെ കാറി കേട്ട് അയ്യോടി എന്നൊന്ന് ഭരണമാരുതടി ചിരി 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 രൂപാടി. അയ്യോ 11 മണിയായത് അറിഞ്ഞില്ലടി ചിരി ചിരി ചിരി. അപ്പൊ ഇപ്പൊ എന്താ ജനങ്ങൾക്ക് വേണ്ടിയേ? ചിരിക്കണം. അപ്പൊ ജനങ്ങളുടെ ഈ ഇഷ്ടം ചിരിയാത്ത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പ്രസംഗരും 12 മണി വരെ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിപ്പിക്കാൻ തുടങ്ങി. ചിരി 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 ചിരി. വേണ്ടാത്ത വളിപ്പ് മുഴുവൻ അടിച്ച് ചിരി 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 ചിരി. ഒരുത്തന് മാനസാന്തരമുണ്ടോ? ഒരുത്തന് അനുതാപമുണ്ടോ? ഒരുത്തൻ ജീവനുള്ള ദൈവമാരെന്ന് തിരിച്ചറിയുന്നുണ്ടോ? കുത്തുകൊള്ളുന്ന പ്രസംഗം ഇപ്പൊ വേണ്ട. കുത്തുകൊള്ളുന്നവൻ പ്രതി, കുത്തി പ്രസംഗിച്ച പ്രതി. അമേൻ. എന്തേ? അമേൻ. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? തിരിച്ചറിയണം. ഈ പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിനക്കുണ്ടെങ്കിൽ, ഈ പുസ്തകത്തിൽ പറയുന്ന ആത്മാവിലൊന്നും നിറഞ്ഞു നീ എഴുന്നേറ്റ് നിന്നാൽ നിന്റെ പ്രസംഗം കേൾക്കുന്നവനെല്ലാം കൈയടിച്ച് ഇക്കിളി കൊണ്ട് ആമെ സന്തോഷിക്കുമെന്നല്ല, പകരം അകത്ത് കത്തികേറി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം 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 അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങായിക്ക് പിടിച്ചെന്നാണോ? പിന്നെന്തുവാടോ? വായിക്കേ. കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങളുടെ പാസ്റ്ററെ, നിങ്ങളത് പ്രസംഗിച്ചപ്പോൾ എന്റെ ചങ്കത്ത് കുത്തുകൊണ്ട് കേട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടത് പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. വായിക്കേ. പത്രോസ് അവരോട്, പോപ്പ് അവരോട് കേട്ടോ, പോപ്പ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. പാപമോചനത്തിനായി എന്തോ കേൾക്കാൻ? സ്നാനമേൽപ്പിൻ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ ആരാ പറഞ്ഞേ? പോപ്പ് പറഞ്ഞത് ഇന്നും വള്ളി പുള്ളി വിടാതെ അതുപോലെ പ്രസംഗിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ആരാ? പിന്നെ നമ്മളല്ലേ പോപ്പിന്റെ ആളുകൾ. ഇന്നും തെരുവിലിറങ്ങി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്, നിനക്ക് പാപമോചനം കിട്ടുമെന്ന് പോപ്പ് പറഞ്ഞത് വള്ളി പുള്ളി വിടാതെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളാ. ശ്ലൈഹിക പാരമ്പര്യം ഞങ്ങൾക്കാ, അപ്പോസ്തലിക പാരമ്പര്യം ഞങ്ങൾക്കാ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഉലകത്തിൽ ഏതെങ്കിലും ബൈബിളിൽ പോപ്പ് പറയണമായിരുന്നു, നിങ്ങൾ ഓരോരുത്തരും പാപമോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പിൻ. അങ്ങനെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും അങ്ങനെ തന്നെ പ്രസംഗിച്ചാൻ അമ്മാമേ. പുസ്തകത്തിൽ പോപ്പ് പഠിപ്പിച്ച അങ്ങനല്ല. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞു. പാപമോചനം വേണോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞു. ഇന്നും പോപ്പിനെ അനുസരിക്കുന്നവർ ഞങ്ങളെ ബഹുമാനിക്കണം കേട്ടോ.
ഞങ്ങളെ ഓടിച്ചിട്ട് തല്ലരുത്, ബഹുമാനിക്കണം. ആ പോപ്പ് പറഞ്ഞത് ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവീൻ പാപമോചനത്തിനായി. ഇന്ന് രാത്രി പറയട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഹൃദയം കൊണ്ട് അവനെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് പാപമോചന സ്നാനം സ്വീകരിച്ച് ആത്മാവിനെ അനുസരിച്ചും ജഡത്തെ മരിപ്പിച്ചും കർത്താവിന്റെ വരവിനായി കുറുകിഞ്ഞിറങ്ങി കാത്തിരിക്കുന്ന ദൈവസഭയാകുന്ന മണവാട്ടിയെ ചേർപ്പാൻ ഇനിയും കുറഞ്ഞൊന്ന് കഴിയുമ്പോൾ അവൻ പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. തിരുവെടുത്ത് പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ലോക സംഭവങ്ങൾ മുഴുവൻ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. എന്തിന്? ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ പോലും ഒരർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ സൂചനയാണെന്ന് ആത്മാവിൽ നീ തിരിച്ചറിയുന്നെങ്കിൽ അധികം വൈകാതെ യേശു വെളിപ്പെടാൻ പോവുകയാ. ആമേൻ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകുന്ന വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കിടക്കുമെന്നാൽ എന്തെന്ത് സന്തോഷം! ഇന്ന് രാത്രി ആ സന്തോഷവും പ്രത്യാശയുമുള്ളവർ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത്